शांति। अब दिल अंदर कुछ बोलना है, मुख से नहीं। मीठे बाबा, प्यारे बाबा, मेरे बाबा, मेरे शिव बाबा, मेरे भोले बाबा, बाबा शुक्रिया बाबा, शुक्रिया बाबा, दिल से शुक्रिया, दिल से शुक्रिया। ഹൃദയം കൊണ്ട് ശുക്രിയ പറയുക എല്ലാവരും ബാബയ്ക്ക്. ठीक है, ऐसे मीठा बाबा को जितना शुक्रिया करो उतना कम है. അങ്ങനെയുള്ള മധുരമായ ബാബയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. कितना सुंदर देखो परिवार सजाया है. बाबा ने केरला से भाई बहनें आए हैं. हाँ, क्या कहते हैं, गॉड्स ओन लैंड, ऐसा ना, ഗോഡ്സ് ഓൺ കൺട്രി. गॉड्स ओन लैंड से सब इतने सारे भाई बहनें आए हैं, बैठे हैं. इतना प्यारा संगठन है, तो इसलिए बाबा को फिर से दिल से शुक्रिया बाबा. എല്ലാവരും ഹൃദയം കൊണ്ട് എന്നാൽ എത്രയോ മധുരമായ പരിവാരത്തെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വന്നിരിക്കുന്ന കേരളത്തിൽ നിന്നാണ്, ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്ന്, ഗോഡ്സ് ഓൺ ലാൻഡിൽ നിന്നാണ്. നിങ്ങൾ ഈശ്വരൻ്റെ സ്വന്തം നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും മധുരമായിട്ടുള്ള ബാബയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഹൃദയത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ബാബയ്ക്ക് താങ്ക്സ് ബാബ, ശുക്രിയ ബാബ പറയും. सुना, जब हम आए यहाँ पे और ये जो सूक्ष्म वतन देखा, तब से दिल बाग बाग हुआ जा रहा है. खूब आनंद आ रहा है, अच्छा लग रहा है. ഞാനിവിടെ വന്നപ്പോൾ ഈ സ്റ്റേജ് ഇത്രയും അലങ്കരിച്ച്, സൂക്ഷ്മവദനം പോലെ അലങ്കരിച്ചിരിക്കുകയാണല്ലോ ഈ സ്റ്റേജ്. അപ്പം അത് കണ്ടപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത്രയും ആനന്ദം വരികയാണ്. आपको सूक्ष्म वतन के बारे में पता है ना सबको? നിങ്ങൾക്കെല്ലാവർക്കും സൂക്ഷ്മവദനത്തെക്കുറിച്ച് അറിയാമോ? जब शिव बाबा इस धरती पे आते हैं तो यहाँ का जो ट्रांसफॉर्मेशन का कार्यक्रम बाबा को करना है, उसके लिए एक स्पेस सर्विस स्टेशन है. क्या? सूक्ष्म वतन. ശിവബാബയ്ക്ക് ഇവിടെ വന്ന് വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യം ചെയ്യേണ്ടതായിട്ട് വന്നപ്പോൾ ആ സമയത്ത് ബാബയ്ക്ക് എല്ലാ കാര്യങ്ങളും, ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ. അതിലുള്ള സ്പേസ് സർവീസ് സ്റ്റേഷനാണ് സൂക്ഷ്മലോകം എന്ന് പറയുന്നത്. सुना, वहाँ से बहुत सारा काम ऑपरेट होता है. बाबा के इस यज्ञ का ये जो कारोबार चल रहा है, वो वहाँ से ऑपरेट होता है. സൂക്ഷ്മവദനത്തിലിരുന്നുകൊണ്ട് ബാബയ്ക്ക് യജ്ഞത്തിൻ്റെ പല കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. शिव बाबा तो शिव बाबा है, मूल वतन निवासी, एकदम क्या कहें, गहरा सागर, जो परम धाम के रहने वाले हैं. उनको ट्रांसफॉर्म करना है. हम स्थूल देहधारी, देह के बंधन में, देह अभिमान में आ गई आत्माओं को. ബാബ അങ്ങ് മൂലവദനത്തിൽ ഏറ്റവും ഉപരി വസിക്കുന്ന ആളാണ്. എല്ലാത്തിൻ്റെയും ഗഹനമായിട്ടുള്ള സാഗരമാണ്. ആ ബാബയ്ക്ക് പരിവർത്തനം ചെയ്യേണ്ടത് ഈ സ്ഥൂലവദനത്തിൽ വന്ന് നമ്മളെയാണ്. तो बीच में कोई जरिया मीडिया चाहिए ना, तो वो सूक्ष्म वतन है, एंजेलिक वर्ल्ड. അപ്പം അതുകൊണ്ട് ഇടയ്ക്കൊരു മീഡിയം വേണമല്ലോ, അതിനുള്ളതാണ് സൂക്ഷ്മവദനം എന്ന് പറയുന്നത്. द वर्ल्ड ऑफ एंजल्स, हाँ, फरिश्तों की दुनिया. ദ വേൾഡ് ഓഫ് ഏഞ്ചൽസ്, ഫരിസ്തകളുടെ ലോകം. ठीक है, तो वो फरिश्तों की दुनिया एक्चुअली हमारी है. ആ ഫരിസ്തകളുടെ ലോകം വാസ്തവത്തിൽ നമ്മളുടേതാണ്. हम बहुत छोटे थे ना जब ज्ञान में आए, तो मुझे याद है 10th का जब एग्ज़ाम दिया, स्कूल का हो गया ना 10th का एग्ज़ाम, तो उसके बाद हमको चंडीगढ़ भेजा दादी ने ट्रेनिंग के लिए, कन्याओं की ट्रेनिंग के लिए. 1983 की बात है. तब हम कन्याओं की ट्रेनिंग में चंडीगढ़ गए थे. അപ്പോൾ ദീദി തൻ്റെ അനുഭവം പറയുകയാണ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് കന്യകമാരുടെ ട്രെയിനിങ് ചണ്ഡീഗഡിലുണ്ടായിരുന്നു. അപ്പോൾ ദാദിജി കന്യകമാരുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ദീദിയെ ചണ്ഡീഗഡിലേക്ക് അയച്ചു. 1983 കാര്യമാണ് ഈ പറയുന്നത്. बहुत अच्छी अच्छी दीदियाँ थी, सब हाईली क्वालिफाइड दीदियाँ.
और गीत गाने वाली। हाँ, हमारी एक मंजू दीदी गाती थी वहाँ पे, बहुत प्यारा गीत गाती थी। उन्होंने म्यूज़िक में PhD किया हुआ था। അപ്പോൾ ആ സമയത്ത് വലിയ വലിയ ദീദിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു മഞ്ജു എന്ന് പറയുന്ന സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ ബാബയുടെ വളരെ മധുരമായിട്ടുള്ളൊരു ഗീതം പാടി മ്യൂസിക്കിൽ PhD എടുത്തിട്ടുള്ള സിസ്റ്ററാണ് ഈ മഞ്ജു എന്ന് പറയുന്നത്. आजकल जैसे बाबा के अपने गीत हैं, वैसे उस समय इतने रिकॉर्डेड गीत नहीं थे, थोड़े से थे. ഇന്ന് ബാബയുടെ ഗീതങ്ങൾ അനവധിയുണ്ട്. പക്ഷെ ആ സമയത്ത് ഇത്ര അനവധി ബാബയുടെ ഗീതങ്ങൾ ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. और इतने कोई अच्छे अच्छे गीतों को लिखने वाले भी नहीं थे, तो फिल्मी गीतों को ही तोड़ फेड़ के बाबा अपना गीत बनाते थे. അപ്പം ആ സമയത്ത് ഇങ്ങനെയുള്ള ഗീതങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടുള്ളവരും കുറേ പേരൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാബ ആ സമയത്ത് ഫിലിമി ഗീതങ്ങളാണ് വെട്ടിമുറിച്ചും ഇതിൻ്റെയൊക്കെ ഇത് പറഞ്ഞിരുന്നത്, പാടിയിരുന്നത്. फॉर एग्जाम्पल एक गीत है, रात के राही थक मत जाना, सुबह की मंजिल दूर नहीं. सुना है ना ये गीत? रात के राही थक मत जाना, രാത്രിയിലെ सुबह की യാത്രക്കാരൻ. मंजिल दूर नहीं. बाबा की मुरली में आता है ना ये गीत. ബാബയുടെ മുരളിയിൽ വരുന്നൊരു ഗീതമാണ് രാത്രിയിലെ യാത്രക്കാരെ ക്ഷീണിക്കരുത്, പകലാകുന്ന ലക്ഷ്യം ദൂരെയല്ല. तो ये जो गीत था, रात के राही थक मत जाना, सुबह की मंजिल दूर नहीं, तो ब्रह्मा बाबा ने इस गीत को बनाया था. और हमारी संदेश की दादी गीत गाती थी वो यज्ञ में. बाबा ने उनका नाम यज्ञ का सुरैया रखा था. यज्ञ में वो नाइटिंगेल थी, जैसे गीत गाती थी, तो उनके लिए एक गीत बना के दिया था. वो गीत था, सुख शांति के राही थक मत जाना, वैकुंठ की मंजिल दूर नहीं, दूर नहीं. ആ സമയത്ത് ഒരു ഫിലിമി ഗീതമാണ് രാത്രിയിലെ യാത്രക്കാരെ ക്ഷീണിക്കരുത്, പകലാകുന്ന ലക്ഷ്യം ദൂരെയല്ല. അപ്പോൾ യജ്ഞത്തിൽ അന്ന് ഗീതങ്ങൾ കുറവായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബാബ ഈ ഗീതത്തിൽ ആ സമയത്ത് സന്ദേശി എന്ന് പറയുന്ന ദാദി ഉണ്ടായിരുന്നു. ദാദിക്ക് ബാബ ഇതേ പാട്ടിനെ ആക്കി കൊടുത്തത് ഇങ്ങനെയാണ്, സുഖശാന്തിയിലേക്കുള്ള യാത്രക്കാര്, വൈകുണ്ഠമാകുന്ന ലക്ഷ്യം ദൂരെയല്ല. ദാദിയെ വിളിച്ചിരുന്നത് നല്ലവണ്ണം പാട്ട് പാടുന്നതുകൊണ്ട് നൈറ്റിംഗേൽ എന്നാണ് വിളിച്ചിരുന്നത്. सुना, ऐसा गीत जो है उसको फिल्मी गीतों को ही अपने भावों से गीत बना देते थे. तो मैं चंडीगढ़ की बात कर रही थी. हम सभी छोटी छोटी बहनें थी लगभग, और सबको फरिश्ता का स्वमान दिया हुआ था कि आप सभी इस दुनिया के नहीं हो, फरिश्ते हो. बाबा ने विशेष आप सबको भेजा है इस जगत का कल्याण करने के लिए. तो ये हमारा उस समय बड़ा स्ट्रॉन्ग स्वमान था कि हम इस दुनिया के नहीं हैं, हम उधर से आए हैं. कहाँ से? फरिश्तों की दुनिया से आए हैं, दुनिया के लोगों का कल्याण करने के लिए. അപ്പോൾ ചണ്ഡീഗഡിലെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കന്യകമാരുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ദീദി അവിടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്വമാനം കൊടുത്തിരുന്ന ഇതാണ്, നിങ്ങൾ ഈ ലോകത്തിലേതല്ല, ഫരിസ്തകളുടെ ലോകത്തിലെയാണ്, അതായത് സൂക്ഷ്മവദനത്തിലെ ഫരിസ്തകളാണ്, ഈ ഭൂമിയിലുള്ളവരുടെ മംഗളം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ അയച്ചിരിക്കുന്ന, അങ്ങനെ ശക്തമായിട്ടുള്ളൊരു സ്വമാനമാണ് അന്ന് കൊടുത്തിരുന്നത്. सुना, और ऐसा ही वातावरण, ऐसे ही क्लासेस होते थे, और ऐसे ही हमको इसी दृष्टि से ही देखते थे कि ये सब फरिश्ता है, परियां हैं. अचल दीदी थी ना, तो परियां बुलाती थी, बाबा की परियां इधर आओ. उस समय वो बच्चों वाला गीत बना था ना, अपना एक चिल्ड्रन सॉन्ग है, उसमें हम हैं बाबा की परियां, परियों की दुनिया न्यारी, हम हैं बाबा की परियां. तो ऐसे करके एक गीत बना था. तो हमको यही कहते थे कि आप परियां हो और हम परियों की दुनिया न्यारी है, यहाँ आए हैं बस इन आत्माओं की सेवा करने के लिए, जो जगतवासी हैं उनकी सेवा करने के लिए. तो उसमें वो जो दीदी थी, मंजू दीदी, उन्होंने एक गीत गाया. उन दिनों तो हमको फिल्मी गीतों का पता नहीं होता था, और वो बढ़िया सा गीत था, कभी कभी मेरे मन में ख्याल आता है. उसमें एक स्टैंजा आता है, तो अब से पहले सितारों में बस रही थी कहीं, तुझे ज़मीं पे बुलाया गया है मेरे लिए. हाँ, ऐसा वो गीत है. तो वो गीत उन्होंने इतना पावरफुल वातावरण बना के गाया कि हम सबको वो दिमाग में प्रिंट हो गया. क्या प्रिंट हो गया? जैसे बाबा कानों में कह रहा है,
तू अब से पहले सितारों में बस रही थी कहीं। वो जो परियों की दुनिया, फरिश्तों की दुनिया, ऐसा है ना, हम वहाँ के रहने वाले फरिश्ते थे और तुझे ज़मीं पे बुलाया गया है मेरे लिए, क्योंकि भगवान खुद आया है इतना बड़ा दुनिया परिवर्तन करने के लिए, अकेला तो कर नहीं सकता है, इसलिए तुम्हारी ज़रूरत थी, हमारी ज़रूरत थी, इसलिए हम आए हैं. അപ്പോൾ ആ സമയത്ത് ആ ട്രെയിനിങ്ങിലും നമ്മളെ അങ്ങനെയുള്ള ദൃഷ്ടിയോടുകൂടിയാണ് നോക്കിയിരുന്നത്. ദീദി തൻ്റെ അനുഭവം പറയാണ്, ആ സമയത്ത് ഞങ്ങൾ അങ്ങനെയുള്ള ദൃഷ്ടിയോടെയാണ് നോക്കിയിരുന്നത്. ഈ ഭൂമിയിലുള്ളവരല്ല, ഇവരെല്ലാവരും പരികളാണ്, മാലാഖമാരാണ്, ഏഞ്ചൽസാണ്. ആ ദൃഷ്ടിയോടെയാണ് നോക്കിയിരുന്നതും. അപ്പം ഞങ്ങളുടെ മനസ്സിലും അതങ്ങനെ അങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മഞ്ജു ദീദി നേരത്തെ പറഞ്ഞല്ലോ മ്യൂസിക്കിൽ, അപ്പോൾ ഒരു പാട്ട് പാടി ആ സമയത്തൊരു ഫിലിം സോങ് ആണ്. അപ്പം അതിലിങ്ങനെ ഒരു ലൈൻ വരുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിലെ അല്ല, ദൂരെ നിന്നുള്ളവരാണ്, അവിടെ നിന്ന് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്ന, നിങ്ങൾ പരികൾ ഈ ഭൂമിയിലേക്ക് വന്നവരാണ്, ഇവിടെയുള്ള എനിക്ക് വേണ്ടി. ബാബ പറയാണ്, നോക്കൂ, ബാബ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മളെല്ലാവരെയും തിരഞ്ഞെടുത്തു. അപ്പം നിങ്ങൾ പരികളെ തിരഞ്ഞെടുത്തു എനിക്ക് വേണ്ടി എന്നുള്ളത് അതിലൊരു ലൈൻ പറയുന്നുണ്ട്. सुना, कई फरिश्तों की कहानियाँ पढ़ते थे, कई फरिश्तों की कहानियाँ दीदियाँ सुनाती थी, कई फरिश्तों वाली बातें होती थी, तो लगता था हम उसी दुनिया के हैं, यहाँ के नहीं हैं. और यहाँ क्यों आए हैं? क्योंकि बाबा ने हमको एक जादुई छड़ी दिया है, मैजिक स्टिक, जिससे हम घुमाएंगे तो आत्माएं बाबा को पहचानेंगी, उनका भ्रम टूट जाएगा, वो आत्माभिमानी बनेंगे, बाबा के बन जाएंगे. ഇപ്പം ഫരിസ്തകളുടെ കഥകളൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട്, ദീദിമാർ അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ആ ഇതാണ് തിന്ന് ബാബ ഇവിടെ വന്നപ്പോൾ ഒരു ഈ പരികളുടെ കയ്യിൽ കണ്ടിട്ടില്ലേ, മാലാഖമാരുടെ കയ്യിലൊരു മാജിക് സ്റ്റിക്ക് ഉണ്ടായിരിക്കും, ഒരു വടി ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും അങ്ങനെയുള്ള മാജിക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവരെ ആ രീതിയിലേക്ക് മനസ്സിനെ അങ്ങനെ ആക്കിയെടുത്തു. അതായത് നിങ്ങളുടെ ഫരിസ്തകളാണ്, ഫരിസ്തകളുടെ ലോകത്തിൽ നിങ്ങൾ വന്നിട്ടുള്ളവരാണ്, ഇവിടെ വന്നിട്ടുള്ളവരാണ്, ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ കല്യാണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. आपको पता है, पहले लोग कहते थे इन ब्रह्मा कुमारियों की आंखों में कभी नहीं देखना, और दूसरा इनका जो टोली है ना, ऐसा करके देते हैं ऐसे, वो वाला टोली कभी नहीं खाना. അപ്പം ഞങ്ങളോട് പറഞ്ഞിരുന്നു, पहले लोग ऐसा समझते थे कि ये ब्रह्मा कुमारियों की आंखों को मत देखना है. हाँ. और जो टोली देते हैं वो बिल्कुल नहीं खाना, क्योंकि उसमें जादू होता है. उनकी आंखों को देखोगे तो मैजिक हो जाएगा, जादू हो जाएगा, और उनका टोली खा लोगे तो भी जादू हो जाएगा और तुम उनके हो जाओगे. പണ്ട് നേരത്തെയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നതാണ്, നിങ്ങൾ ബ്രഹ്മകുമാരിമാരുടെ കണ്ണിലേക്ക് നോക്കരുത്, കണ്ണുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പെട്ടുപോകും. നിങ്ങൾ അവർ തന്ന ടോളി പ്രസാദം കഴിക്കരുത്, കാരണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേ അങ്ങനെ അങ്ങോട്ട് ആയി പോകും എന്നാണ് നേരത്തെ ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. मैं आपको एक सीक्रेट बताऊं, सच्ची बात बताऊं. दादी कहती थी ना, सच्ची बात एक बताऊं. वो सच्ची ये है कि उस समय जादू होता था. ഞാൻ നിങ്ങളോടൊരു സീക്രട്ട് കാര്യം പറയട്ടെ, സത്യമായിട്ടുള്ള കാര്യമാണ്. ദാദി പറഞ്ഞത് ശരിക്കും ആ സമയത്ത് ജാദു നടക്കുമായിരുന്നു, മാജിക് തന്നെ നടക്കുമായിരുന്നു. दादियाँ इतनी चार्ज्ड होती थी, कई दीदियाँ इतनी चार्ज्ड होती थी, आप उनको दृष्टि ले लो, 3-5 मिनट की दृष्टि में वो आपका जीवन बदल देते थे, सोचने का ढंग बदल देते थे एकदम. ദാദിമാരുടെയും ദീദിമാരുടെയൊക്കെ അവരൊക്കെ അത്രയും ചാർജ്ഡ് ആണ്. അപ്പോൾ അവരുടെ ആ ശക്തമായിട്ടുള്ള ദൃഷ്ടി കിട്ടുമ്പോൾ, ഒരു 5 മിനിറ്റിൻ്റെ ദൃഷ്ടി അവർക്ക് കിട്ടുമ്പോൾ തന്നെ എന്താ ഉണ്ടാകുന്നത്, നിങ്ങളുടെ ജീവിതം തന്നെ പരിവർത്തനപ്പെടുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്ന രീതി തന്നെ മാറുകയാണ്. सुना, तो वो जो भट्टी थी ना, उसने हमारा सोचने का तरीका बदल दिया. उससे पहले क्या सोचते थे याद नहीं, क्योंकि छोटे थे, लेकिन उसके बाद का सोच ये याद है कि उसके बाद हमने यही सोचा कि हम परी हैं, फरिश्ता हैं, इस दुनिया में वहाँ से आए हैं, जितने दिन हैं यहाँ पे बहुत कुछ काम करना है, बहुत आत्माओं का कल्याण करना है, फिर अपने घर चले जाना है. गीत सुना ना, फरिश्ते हैं हम, हाँ, बहुत दूर है अपना घर, आए हैं धरती पे मगर लौटना है उधर. फिर उसके बाद लौट के घर चले जाना है. तो ऐसा ही है कि अब फरिश्ते परी जो भी हैं, हम आए हैं, एंजल्स,
उस दुनिया से इस दुनिया में बहुत काम करना है, बहुत आत्माओं को बाबा का संदेश देना है, वर्ल्ड ट्रांसफॉर्मेशन का काम करना है और उसके बाद उस दुनिया में अपने घर में वापस चले जाना है. അപ്പം ആ സമയത്ത് അവരുടെയൊക്കെ ദൃഷ്ടിയിൽ കൂടി ആ ജീവിതത്തിലും അതേപോലെ തന്നെ ചിന്തിക്കുന്ന രീതിയിലും തന്നെ മാറ്റം വരികയാണല്ലോ. അപ്പം അതിന് മുൻപ് എന്താ ചിന്തിച്ചിരുന്നത് അത് വിടൂ. ഏതായാലും ശരി, ഇവിടെ വന്നതിന് ശേഷം ചിന്തിക്കുന്ന രീതി തന്നെ മാറുകയാണ്. ഞങ്ങളുടെ ഉള്ളിൽ ഇതങ്ങോട്ട് നിറഞ്ഞു, ഞങ്ങൾ ഫരിസ്തകളാണ്, ഏഞ്ചൽസ് ആണ്, ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരുടെയും കല്യാണം ചെയ്യാൻ വേണ്ടി, മംഗളം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സമയം ഒരു ഗീതം ഉണ്ടല്ലോ, ഫരിസ്തേ ഹെ ഹം, ഞങ്ങൾ ഫരിസ്തകളാണ്, നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയാണ്, ഇവിടെ വന്നിരിക്കുന്നത് ആയേ ഥേ ധർത്തി പേ മഗർ ലോട്ട് രഹേ ഹേ ഉധർ. ഇവിടെ ഭൂമിയിലേക്ക് ഞങ്ങൾ വന്നു, പക്ഷേ ഇനി തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് തന്നെ പോകണം. അപ്പോൾ ഇത് ഉള്ളിലങ്ങ് നിറഞ്ഞു, ഉള്ളിലങ്ങോട്ട് പതിഞ്ഞിരിക്കുകയാണ്. सुना तो ये जो स्मृतियां हैं वो घर कर गई और फिर बार बार अपनी दुनिया में जाने की दिल. वो कैसी दुनिया है? फरिश्तों की दुनिया. बाबा के उन दिनों में मैं बात कर रही हूँ 84, 85, 86, 87 का मुझे जहाँ तक याद है, 87 से 92 तक का ये जो जितना संदेश बाबा का आया हुआ होगा, संदेशों की अभी एक किताब छपी है, उसमें देखना लगभग फरिश्तों की ही, परियों की, सूक्ष्म वतन के एंजल्स की ही संदेशा आया हुआ है. 87 മുതൽ 92 വരെയുള്ള ബാബയുടെ സന്ദേശങ്ങൾ എടുത്തു നോക്കുകയാണ് എങ്കിൽ ആ കാലത്തിലെല്ലാം ബാബ നൽകിയിരിക്കുന്ന സന്ദേശങ്ങൾ ഫരിസ്തകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. वो कुछ दिन ऐसा था जिसमें बाबा ने बहुत बहुत फरिश्तों की बात कही और जहाँ मेरी समझ जितनी मेरी स्मृति है मैं वो बताती हूँ कि उन दिनों विदेशी भाई बहनों का भी आना बहुत अच्छा रहा. उनकी स्थिति भी ऊंची हो रही थी, वो ज्ञान को अच्छी तरह से समझ रहे थे और उनमें से कई आत्माएं एंजल्स पे बहुत रिसर्च करती थी. एंजलिक स्टेज के ऊपर उनका बहुत बहुत ध्यान रहता था और वो विदेशी भाई बहन चलते नहीं थे. सफ़ेद ड्रेस, पूरा बाबा के फरिश्तों जैसा ड्रेस पहनते थे, साड़ी पहनते थे और भाई जो है कुर्ता पजामा. जितने भी विदेशी भाई बहनें आते थे और ऐसे ही चलते थे. मतलब किचन से जाना है, डाइनिंग से जाना है, ओम शांति भवन, ऐसे ही जाएंगे. बाबा के कमरे में जाना है, ऐसे ही जाएंगे. कोई दे अभिमान नहीं, वो लटके रहते थे वहीं पे. तो समझो उनकी भी ये स्थिति देख के, और क्या एकदम नूरानी स्थिति, कितना प्यार बाबा से बरस रहा है, कभी आंखों से थप पानी निकल रहा है, कभी खुशी से लाल हुए जा रहे हैं. तो मतलब बड़ा अच्छा लगता था जैसे. और आपको पता है उन दिनों बादल भी नीचे आ जाता था पांडव भवन में पूरा. आज भी अगर स्मृति में लेके आओ तो सूक्ष्म वतन होता था. ആ സമയത്തുള്ള സന്ദേശങ്ങളിലും ഫരിസ്തകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ വിദേശി സഹോദരന്മാർ ബാബയുടെ കുട്ടികളായിട്ടുള്ളവർ അവിടെ വന്നപ്പോൾ അവർ അതിൽ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചലിനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരും കൂടിയാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അവർ അവിടെ നടക്കുന്നതും എല്ലാം, ഇപ്പോൾ കിച്ചണിലേക്ക് പോകുമ്പോഴാണെങ്കിൽ നടക്കുന്നതാണെങ്കിൽ ആ ഫരിസ്തകളെ പോലെ അങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്ഥിതിയിലാണ് അവർ നടന്നിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് ആ സമയത്ത് പാണ്ഡവ ഭവനിൽ ഇങ്ങനെ മേഘങ്ങളുണ്ട്, മഞ്ഞ് ഇല്ല, ആ മേഘങ്ങൾ ഇങ്ങനെ താഴേക്ക് വന്ന്, പാണ്ഡവൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയരത്തിലാണല്ലോ, അപ്പോൾ അതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വെളുത്ത മേഘങ്ങൾ താഴെ വരെ വന്ന് നിൽക്കുമ്പോൾ അതും ഒരു പ്രത്യേക രീതിയിൽ സൂക്ഷ്മവദനത്തെ പോലെ, ഫരിസ്തകളുടെ ലോകം പോലെ തോന്നിച്ചിരുന്നു. सुना तो जैसे पक्का होता था, मधुबन फरिश्तों का घर है, हम सभी फरिश्ते हैं. मतलब जैसा बहुत अच्छी स्थिति ऑटोमेटिकली बन जाती थी. कोई भी आता था उसको जादू लग जाता था, वो फरिश्तों की तरह उड़ने लग जाता था. അപ്പം ഇതെല്ലാം കാരണം ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ സ്ഥിതി ഫരിസ്തകളെ പോലെ ആയിത്തീർന്നിരുന്നു. അപ്പോൾ അതൊരു പ്രത്യേകിച്ചൊരു ജാദു തന്നെയാണ്, മാജിക് പോലെ ചെയ്തിരുന്നു. എല്ലാവരുടെയും സ്ഥിതി അങ്ങനെ തന്നെ ആയിത്തീർന്നു ഇതെല്ലാം കാരണം. मेरा छोटा सा मन उसको जो एनालिसिस करता है वो ये है कि उन दिनों लोगों का मन इतना लॉजिकल नहीं था, बहुत ज़्यादा लॉजिकली नहीं सोचते थे. हर चीज़ की एक्सेप्टेंस बहुत इजी था. बाबा ने कहा, भगवान ने कहा, माना,
कोई देह अभिमान नहीं, कोई दूसरा सोच नहीं, अपना सोच दूसरे सोच को टकराता नहीं था, तो वो एंजेलिक स्टेज बहुत इजी हो जाता था। आज അപ്പം അന്നത്തെ എന്ന് പറഞ്ഞ പ്രത്യേകത ഇതാണ്, ഈ ലോജിക്കായിട്ട് കുറെ ചിന്തിച്ചിരുന്നില്ല. എന്താണോ ബാബ പറഞ്ഞിരുന്നത് അത് അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തിരുന്നവരാണ്. വേറെ ഒന്നും കൂട്ടിക്കലർത്തി അതൊന്നും ഇല്ല, എന്താണ് ലോജിക്ക് അതൊന്നുമില്ല. ബാബ എന്ത് പറയുന്നു അതിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഏഞ്ചലിക് സ്ഥിതി ഉണ്ടാക്കാനായിട്ട് എളുപ്പവുമായിരുന്നു. सुना। और उस समय अभी क्या है, कर्म क्षेत्र में आते हैं तो थोड़ा सा जड़ता आ गई है, मोटी बुद्धि आ गई है, जैसे नहीं ये काम करना है वो काम करना है, इसने ठीक नहीं किया उसने गलत किया, तो आपका दिमाग यहीं पे कहीं है। उससे ऊपर फिर जब आप फरिश्ता स्थिति बनाने लगते हैं, कभी कभी तो लग जाता है, बड़ा अच्छा बन जाता है, कभी कभी आप देखते हैं कि आप कहीं ग्रॉस में है, मोटी बुद्धि में है, स्थूलता में है, बॉडी कॉन्शियस है। तो आज के तारीख में एंजल बनने के लिए हमें थोड़ा एक्स्ट्रा मेहनत करने की ज़रूरत है। उस स्थिति को पाने के लिए थोड़ा सा क्यों बहुत ज़्यादा एक्स्ट्रा मेहनत की ज़रूरत है। ഇന്നത്തെ കാലത്ത് കൂടുതൽ ദേഹത്തിൻ്റെ ബോധത്തിലായത് കാരണം ദീദി പറയാണ്, നമുക്ക് ഏഞ്ചലിക് സ്ഥിതിയിലേക്ക് വരാനായിട്ട് എക്സ്ട്രാ പരിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് കൂടുതലെന്നുള്ളതല്ല, നല്ലവണ്ണം തന്നെ ആ ഒരു സ്ഥിതിയിലേക്ക് എത്താനായിട്ട് പരിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട്. सुना। तो जब हम ये देखो, एक वातावरण आपको बहुत सुंदर और एक्स्ट्रा ऑर्डिनरी वातावरण दिया है, ले लिया सबका मोबाइल, चलो जमा करो मोबाइल, कोई अपना पिछला कुछ याद नहीं करेगा। केरला से आ गए हो, कहाँ आ गए हो, ज्ञान सरोवर में आ गए हो, ये मान सरोवर है, परियों की दुनिया है, ठीक है। यहाँ फरिश्ते और परी रहते हैं, परी परिजाते, ठीक है। और वो जो दुनिया था उसको पूरा भूल जाना है। जब आप इस चीज़ को दिल से एक्सेप्ट कर लेंगे विदाउट एनी लॉजिक, यू नो, कुछ यहाँ पे और कोई दूसरा थॉट नहीं है, जब आप उसको एज इट इज़ एक्सेप्ट कर लेंगे तो आपको फरिश्ते की स्थिति बना लेना बहुत ईजी होगा. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് നല്ല സുന്ദരമായിട്ടുള്ള അനുഭവം ചെയ്യാൻ പറ്റിയൊരു വാതാവരണമാണ് തന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഇവിടെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഒന്നും ആരോടും സംസാരിക്കേണ്ടതില്ല. കേരളത്തിൽ നിന്ന് വന്നതാണെന്നോ അങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഒന്നും ഓർമ്മയോ ഇതൊന്നുമില്ല. എല്ലാത്തിൽ നിന്നും മാറ്റി നല്ലൊരു വാതാവരണം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ലോജിക്കായിട്ട് ചിന്തിക്കാതെ എന്താണോ ഇവിടെ പറയുന്നത്, എന്താണോ നിങ്ങളോട് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകുന്നത്, അത് അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏഞ്ചൽ സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ എളുപ്പമായിരിക്കും. उन दिनों जयंती दीदी ने भी एक बहुत अच्छी क्लास कराई थी, जो हाँ आज भी प्रिंट है. उसमें 3 शब्द कहे थे और इन 3 शब्दों पे बड़ा गहरा सुंदर उन्होंने जो क्लास कराया था, उसके बाद हमने भी उस पर बहुत जर्निंग किया और बहुत अच्छे लगते हैं वो शब्द, मतलब अनुभव करने के लिए और एंजेलिक स्टेज बनाने के लिए. वो 3 शब्द थे. ആ സമയത്ത് ജയന്തി ദീദിയുടെയും ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് കേട്ടതിന് ശേഷം ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെയധികം മഥനം ചെയ്ത് അതിൽ 3 കാര്യങ്ങൾ, 3 ശബ്ദങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആ സ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഏഞ്ചലിക് സ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ആ 3 ശബ്ദങ്ങൾ ഇതാണ്. जी सुना. तो जो 3 शब्द थे वो है, सबसे पहला है नॉन जजमेंटल एक्सेप्टेंस. ആദ്യത്തെ ശബ്ദമാണ് നോൺ ജഡ്ജ്മെന്റൽ അക്സെപ്റ്റൻസ്. ഒന്നും നിങ്ങൾ ജഡ്ജ് ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്യുക. दूसरा शब्द था अनकंडीशनल लव. അൺകണ്ടീഷണൽ ലവ്, നിസ്വാർത്ഥമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹം. तीसरा शब्द था डाउटलेस फेथ. ഡൗട്ട്ലെസ് फेथ, विश्वास, निश्चय बुद्धि, संशय विहीन निश्चय. യാതൊരു തരത്തിലുള്ള സംശയമില്ല, സംശയരഹിതമായ നിശ്ചയം. सुना. 3 शब्द थे. क्या था? डाउटलेस फेथ, संशय विहीन निश्चय, अनकंडीशनल लव एंड नॉन जजमेंटल एक्सेप्टेंस. अगर ये 3 शब्दों की खान मेरे पास है तो मुझे फरिश्ता बनना बहुत इजी है.
ഈ 3 വാക്കുകളുടെ ഖനി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, തൻ്റെ അടുത്തുണ്ടെങ്കിൽ ഫരിസ്തയാകാൻ വളരെ എളുപ്പമാണ്. നോൺ ജഡ്ജ്മെൻ്റൽ അക്സെപ്റ്റൻസ്, അൺകണ്ടീഷണൽ ലവ്, ഡൗട്ട്ലെസ് ഫെയ്ത്ത്. ठीक है, अब इसके बारे में अच्छी तरह से सोचते हैं और उससे एंजेलिक वर्ल्ड का क्या लेना देना है. അപ്പം ഇതിനെക്കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കണം. ഏഞ്ചലിക് വേൾഡുമായിട്ട് ഇതിന് എന്ത് കൊടുക്കൽ വാങ്ങലാണ്, എന്ത് കണക്ഷനാണുള്ളത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ നല്ലവണ്ണം ചിന്തിക്കണം. मेरा एनालिसिस जो देख पाती हूँ वो ये ऐसा है कि वो जो बाबा के बच्चे अर्ली एज में आ गए हैं, बचपन से ज्ञान में आए हैं, वो बहुत लंबे समय तक ज्ञान में चल रहे हैं और स्थिति दिन प्रतिदिन अच्छा बनता जा रहा है. या वो बहनें जो कुछ पढ़ी लिखी ज़्यादा नहीं थी और उन्होंने बाबा को अनकंडीशनली लव किया, प्यार कर लिया बिना किसी कंडीशन के, बाबा की बन गए, वो भी बहुत ऊंची स्थिति को प्राप्त करते हैं. लेकिन जो पढ़े लिखे लोग हैं, लॉजिकल माइंड लेकर के आए और लॉजिकल माइंड से बाबा के ज्ञान को समझने की कोशिश की, ऐसा नहीं कि वो सक्सेसफुल नहीं रहे, लेकिन फिर भी वो थोड़ा जब जिस समय माइंड लॉजिकल है उस समय थोड़ा डिफ़िकल्ट होता है. क्योंकि आप जब छोटे होते हैं तो आप क्ले होते हैं, मिट्टी की तरह, कच्ची मिट्टी की तरह, कि नहीं, जो शेप दे दिया वो शेप दे दिया. मन को भी जो शेप दे दिया, मन ने वो सोच लिया, बैठ गया. पर उसके बाद जो है लॉजिकल माइंड कुछ चीज़ों को एक्सेप्ट नहीं कर पाता है. तो ऐसा होता है, ये ज्ञान में तो चल रहे हैं, बाबा ने जो नियम धारणाएं कही है वो भी पक्के तरह से पालन कर रहे हैं, कोई उस बात में कमी नहीं है. लेकिन स्थिति की जो गहराई है, बाबा जो गहरी अनुभूति की बात करते हैं उसमें थोड़ा सा फर्क पड़ जाता है. അപ്പോൾ ആ സമയത്ത് ബാബയുടെ ജ്ഞാനത്തിലേക്ക് കുട്ടിക്കാലം മുതൽക്കേ വന്നിട്ടുള്ള ചില കുട്ടികൾ, അവർ അങ്ങനെ ജ്ഞാനമാർഗത്തിലും മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് ബാബയോട് അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണുള്ളത്. അവർ ലോജിക്കായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. എന്താണോ ബാബ പറയുന്നത് അത് അതുപോലെ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് അവരുടെ സ്ഥിതി വളരെ ഉയർന്നതായിക്കൊണ്ടേയിരുന്നു. അതിൽ തൻ്റേതായിട്ടുള്ളൊന്നും ചേർത്തിട്ടില്ല. എന്താണോ ബാബ പറയുന്നത് അത് അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ അവരതിൽ ലോജിക്കായിട്ട് ചിന്തിക്കും. അപ്പോൾ അങ്ങനെയല്ല, അവർ ബാബയുടെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടാവും. കാര്യം അവർ ജ്ഞാനത്തിലും വളരെ മുന്നോട്ട് തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്ഥിതി എത്രമാത്രമാണോ അവരുടേതുണ്ടാവുന്നത് അതുപോലെ ആയിത്തീരുന്നില്ല. കാരണം അവർ ലോജിക്കായിട്ട് ഓരോ കാര്യത്തെയും ചിന്തിക്കുന്നു. അതുകൊണ്ട് सुना, तो स्थिति को ऊंचा करने के लिए इन तीनों का आपस में बहुत गहरा कनेक्शन है. തൻ്റെ സ്ഥിതിയെ ഉയർത്തുവാൻ വേണ്ടിയിട്ട് ഈ 3 കാര്യങ്ങൾ തമ്മിൽ ആഴമേറിയ ബന്ധമാണുള്ളത്. अगर ये तीनों चीज़ों का कनेक्टिविटी अच्छा है तो देखना आपको जीवन का सच्चा आनंद, एक जो रूहानी आनंद है, उसका आप अनुभव कर सकते हैं. ഈ 3 കാര്യങ്ങളെയും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സത്യമായ ആനന്ദം, ആത്മീയ ആനന്ദം ജീവിതത്തിൽ അനുഭവം ചെയ്യാനായിട്ട് കഴിയും. एक है नॉन जजमेंटल एक्सेप्टेंस, बहुत बड़ी चीज़ है ये. ഒന്നാമത്തേതാണ് നോൺ ജഡ്ജ്മെൻ്റൽ ആക്സെപ്റ്റൻസ്. അത് വളരെ വലിയൊരു കാര്യമാണ്. आप बाबा ने कहा ना, है तो बुद्धिवान सभी विवेकवान हैं, क्या अच्छा है क्या बुरा है पता चलता है कि नहीं चलता है, पता चलता है. लेकिन सामने वाले व्यक्ति को उसकी गलतियों को जानते हुए उसे एज इट इज़ एक्सेप्ट कर लेना, परिस्थिति को ठीक से एनालाइज करते हुए भी ऊपर और नीचे की परिस्थिति को एज इट इज़ एक्सेप्ट कर लेना, बहुत बड़ा दिल चाहिए उसके लिए. बाबा ने उसके लिए ज्ञान दिया है ड्रामा. क्या ज्ञान दिया है? ड्रामा. जो चीज़ जैसी है, जो व्यक्ति जैसा है, ड्रामा के अनुसार ही वैसा है. तो उसे नॉन जजमेंटली एक्सेप्टेंस जिस व्यक्ति में आ गई वो निश्चिंत रहेगा, फिर वो इन चीज़ों में अपना एनर्जी नहीं जाने देगा. ഇപ്പം നോൺ ജഡ്ജ്മെൻ്റൽ ആക്സെപ്റ്റൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു തരികയാണ്. നിങ്ങളെല്ലാവരും വളരെ വിവേകശാലികളാണ്, അറിവുള്ളവരാണ്.
ശരിയേത് തെറ്റേത് സത്യമേത് ഇതേത് എന്നെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുണ്ട്, തിരിച്ചറിയാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തികളെ ആസ് ഇറ്റ് ഈസ് അവരെങ്ങനെയാണോ അതേപോലെ തന്നെ സ്വീകരിക്കുക. അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ടും അവരെങ്ങനെയാണോ അതേപോലെ തന്നെ സ്വീകരിക്കുക. നിങ്ങളുടെ മുന്നിൽ വരുന്ന പരിതസ്ഥിതികൾ ആ പരിതസ്ഥിതികൾ എങ്ങനെയാണോ അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. അതിന് വേണ്ട ഒരു ജ്ഞാനമാണ് ബാബ എപ്പോഴും പറയാറുള്ളത് ഡ്രാമ. ഡ്രാമയിൽ എന്താണോ ഓരോ വ്യക്തിയും എങ്ങനെയാണോ അതിനനുസരിച്ച് അവരെങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് അവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇതിനെയാണ് പറയുന്നത് നോൺ ജഡ്ജ്മെൻ്റൽ അക്സെപ്റ്റൻസ്. ये एक्चुअली सब्जेक्ट इतना भी सैलो नहीं है, इतना सहज नहीं है, इसमें बहुत गहराई है, बहुत डेप्थ है. आप माता पिता हैं, रिस्पॉन्सिबल हैं. आप देख रहे हैं आपका बच्चा आग में हाथ डाल रहा है. आप उस समय ये नहीं सोच सकते हैं कि ड्रामा देखेंगे क्या होता है बच्चे के साथ, हाथ डाल ले फिर देखेंगे, क्या ऐसा हो सकता है? അതായത് നിങ്ങളെല്ലാവരും ഇതൊരു നോൺ ജഡ്ജ്മെൻ്റൽ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ അത്ര ഈസി അല്ല, അത്ര സഹജമല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും മാതാപിതാക്കളാണ്, കുടുംബത്തിലിരിക്കുന്നവരാണ്. അപ്പോൾ അവിടെ സപ്പോസ് വിചാരിക്കും നിങ്ങളുടെ കുട്ടി തീയിൽ കൈയിടുകയാണ്. ആ സമയത്ത് നിങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഡ്രാമ എന്ന് പറഞ്ഞിരിക്കാനായിട്ട് പറ്റുമോ? नहीं, उस समय आप ज़रूर क्या कोशिश करेंगे, उसका हाथ ला करके वापस रखने का. नहीं, ये ऊ है, आग है, इसमें हाथ डालोगे तो हाथ को तकलीफ होगी, तुमको इसमें हाथ नहीं डालना है. लेकिन वो बच्चा भी बड़ा ज़िद्दी होता है, उसको क्या दिल होता है आग में डालना ही है हाथ, डालना ही है हाथ. ठीक है कि नहीं? आप उसको 50 बार बचाते हैं, लेकिन एक दिन वो हाथ डाल देता है. फिर आपको क्या लगेगा बोलो? फिर आप क्या करेंगे? चलो आओ तुम्हारी पिटाई करते हैं, तुमने क्यों आग में हाथ डाला? नहीं, उसके बाद आप ये सोचते हैं इसका भाग्य. ड्रामा में ऐसा ही था, मैंने तो बहुत कोशिश की इस बेचारे की उंगली को डालने से, बचाने से, लेकिन ये बच नहीं पाया, उसने उंगली डाल दी. ड्रामा. ആ കുട്ടി അവിടെ തീയിൽ കൈയിടുമ്പോഴും നിങ്ങൾ ഡ്രാമ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യും? കൈ മാറ്റാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷെ കുട്ടി വളരെ പിടിവാശിയുള്ളതാണെന്ന് വിചാരിക്കൂ. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ചെന്ന് തീയിൽ കൈയിടും. നിങ്ങൾക്കറിയാം ആ തീയിൽ കൈയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, കൈ പൊള്ളും എന്നുള്ളതറിയാം. പക്ഷെ എന്നാലും കുട്ടി വീണ്ടും കൊണ്ടുപോയി കൈയിടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കും. അങ്ങനെ 50 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാവശ്യം ആ കുട്ടി അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങളത് മാറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടും ലാസ്റ്റ് ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും പിന്നെയും ആ കുട്ടി തീയിൽ കൈയിട്ട് പൊള്ളുകയാണെങ്കിൽ അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് പറയും? ഡ്രാമ. इतना भी सहज नहीं है. आप ड्रामा कह के नहीं छोड़ देते हो, फिर आपके अंदर में बहुत तकलीफ होता है कि मेरे बच्चे का हाथ चल गया मेरे होते हुए. काश कि मैंने उसके हाथ को अटका लिया होता, काश कि उस दिन उसको जो 2-4 ज़्यादा जोर से थप्पड़ मारा होता ताकि वो आग से दूर रहता. काश कि ऐसा. तो क्या होता है, मन में संकल्प चलते रहते हैं कि नहीं, बहुत ज़्यादा यहाँ पे हृदय विदीर्ण होता रहता है. लेकिन नॉन जजमेंटल एक्सेप्टेंस ये है कि उसके बाद दोष किसी का नहीं है. बचाना मेरा फर्ज था, रोकना मेरी ड्यूटी थी जो मैंने किया है. लेकिन उस आत्मा का यही रोल था. उसका वो इनसेंस हो सकता है, उसका ड्रामा में वो पार्ट हो सकता है, उसका अगले पिछले जन्मों के कर्मों का हिसाब किताब हो सकता है कि उसने अपना हाथ जला दिया है. उसके बाद अपने आप को दोष नहीं देना, वो नॉन जजमेंटल एक्सेप्टेंस है. അപ്പോൾ ഈ ഡ്രാമ എന്ന് പറഞ്ഞ് അങ്ങനെ മാറി നിൽക്കാനായിട്ട് സഹജമായിരിക്കില്ല. പിന്നെയും നിങ്ങളുടെ ഉള്ളിൽ സങ്കല്പങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. സപ്പോസ് വിചാരിക്കുക ആ കുട്ടിയുടെ കൈ പൊള്ളി എന്നാൽ നിങ്ങൾ ഇത്രയും പ്രാവശ്യമൊക്കെ പറഞ്ഞു കൊടുത്തു, എന്നിട്ടും പിന്നെയും തീയിൽ കൈയിട്ട് ആ കുട്ടിയുടെ കൈ പൊള്ളി. പക്ഷെ ഡ്രാമ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അപ്പോഴും ഡ്രാമ എന്ന് പറയുമെങ്കിലും പിന്നെയും മനസ്സിൽ സങ്കല്പ വികല്പങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഞാൻ ആ സമയത്ത് ഒന്നും കൂടി ശക്തമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു, ഒരു 4-5 അടി ഒന്നും കൂടി കൊടുത്താൽ മതിയായിരുന്നു, ഒന്ന് മാറ്റി നിർത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ മനസ്സിൽ സങ്കല്പങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതല്ല,
നോൺ ജഡ്ജ്മെൻ്റൽ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തൻ്റെ മനസ്സിൽ വരുന്ന ആ സങ്കല്പങ്ങളെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം, ആ കുട്ടിയുടെ ആ ആത്മാവിൻ്റെ പാർട്ട് അതാണ് ഈ ഡ്രാമയിൽ. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മത്തിൻ്റെ കണക്ക് വന്നതാണ്. ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് മനസ്സിനെ തൻ്റെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരണം. ഇതിനെയാണ് പറയുന്നത് नॉन जजमेंटल एक्सेप्टेंस. एक क्लासिकल एग्जाम्पल इसके लिए ये देते हैं नॉन जजमेंटल एक्सेप्टेंस के लिए. एक साधु थे और वो रास्ते से जा रहे थे, तो एक व्यक्ति था जिसने कहा मुझे आप अपने आश्रम में लेके जाइए. लेकिन वो व्यक्ति अच्छा नहीं था, पर फिर भी साधु उसको ले आए. जानते थे उसकी सब चीज़ें, सब हरकतों को ले आए और लाके अपने आश्रम में रखा. वो व्यक्ति अपनी हरकतों से बाज नहीं आया, अपने संस्कारों से बाज नहीं आया, तो कुछ ना कुछ उल्टा करता था. शिष्यों ने कहा गुरुजी बस हो गया, अब इस व्यक्ति को यहाँ से निकालो और बाहर फेंको, इसको आश्रम में नहीं रखना है. ठीक है, ട്രാൻസ്ലേറ്റ് कर दीजिए. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു കഥ പറയുകയാണ്. ഒരു സന്യാസി വഴിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു വ്യക്തി, ആ വ്യക്തി അത്ര നല്ല സ്വഭാവമുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല, അത്ര നല്ല ആളൊന്നും ആയിരുന്നില്ല. അപ്പോൾ സന്യാസിയോട് പറഞ്ഞു ആശ്രമത്തിലേക്ക് വരണം. സന്യാസി ആ വ്യക്തിയെയും കൂട്ടി ആശ്രമത്തിലേക്ക് വന്നു. അപ്പോൾ ആശ്രമത്തിൽ വന്നിട്ടും ആ ആളുടെ സ്വഭാവത്തിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ടും ആ വ്യക്തിയുടെ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു, ഗുരുജി മതി, ഇനി ഈ വ്യക്തിയെ ഒന്നെങ്കിൽ ഈ വ്യക്തിയെ ഈ ആശ്രമത്തിൽ നിന്ന് എന്തായാലും പുറത്താക്കിയേ പറ്റൂ. ये आश्रम आपका है, आप इस व्यक्ति को नहीं टॉलरेट करना चाहिए, आप इनको आप निकाल दीजिए. ये किन्होंने कहा? सब लोगों ने, सब शिष्यों ने मिलके गुरुजी को कहा. എല്ലാ ശിഷ്യന്മാരും കൂടി ചേർന്ന് ഗുരുജിയോട് പറഞ്ഞു, ഗുരുജി ഇത് അങ്ങയുടെ ആശ്രമമാണ്, അങ്ങക്ക് ഇദ്ദേഹത്തെ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇത് അങ്ങക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എന്തായാലും ഈ ആശ്രമത്തിൽ നിന്ന് ഈ വ്യക്തിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. उस व्यक्ति की उम्र तब तक 80 साल की हो गई थी और साधु ने एक बहुत सुंदर बात कही. कहा जब उसने इसको 80 साल तक टॉलरेट किया, कभी नहीं कहा कि मैं उसको अपनी दुनिया से निकाल दूं, तो मैं कौन होता हूँ ये कहने वाला कि उसे आश्रम में नहीं रखा जा सकता है, उसे निकाल दिया जाए करके. അപ്പോൾ ഗുരുജി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഉത്തരം വളരെ രസകരമായിട്ടുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈശ്വരന് 80 വർഷമായിട്ട് ആ വ്യക്തിക്ക് ഏകദേശം 80 വയസ്സോളം ഉണ്ടെന്ന്. അപ്പം 80 വർഷമായിട്ട് ഈശ്വരൻ ഈ ലോകത്തിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റിയിട്ടില്ല. 80 വർഷമായിട്ട് ഈശ്വരൻ എന്തൊക്കെയാണെങ്കിലും സഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ആരാണ് ഈ വ്യക്തിയെ ഈ ആശ്രമത്തിൽ നിന്നും പുറത്താക്കാനായിട്ട്? ഞാൻ ആരുമല്ലല്ലോ. सुना, ये है नॉन जजमेंटल एक्सेप्टेंस. ये क्लासिक एग्जाम्पल है इसका कि जो व्यक्ति कैसा भी है उसे भगवान ने एक्सेप्ट किया है. हाँ, यही कहती है ना दादी जानकी जी, मैं जो हूँ, जैसी हूँ, बाबा आपकी हूँ. बाबा ने क्या कहा? बच्ची तुम जो हो, जैसी हो, स्पेसिफिक दादी कहती है, बड़े सिर वाली हो, छोटे हाइट वाली हो, काले स्किन वाली हो, कैसी भी हो, तुम मेरी हो. तो ये बाबा ने हम बच्चों के लिए क्या किया? नॉन जजमेंटल एक्सेप्टेंस किया कि नहीं किया? बिल्कुल किया. कितने पतित हैं, कैसे हैं, हमारे जन्म जन्मांतर का रिकॉर्ड बाबा के पास है कि नहीं? हमारी गलतियों का हमें कुछ नहीं पता है. 63 जन्म हमने क्या कुछ किया हमको नहीं पता है, लेकिन उसको पता है कि नहीं? उस सब पता होने के बाद भी बाबा ने क्या कहा? बच्चे तुम मेरे हो. सी, जस्ट नॉन जजमेंटल एक्सेप्टेंस. यू आर माइन एज यू आर. तुम मेरे हो वैसे जैसे तुम हो. അപ്പോൾ ബാബ നോക്കൂ, നമ്മളെ എത്രയോ ഒരു തരത്തിലും ജഡ്ജ് ചെയ്യാതെയാണ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ ഓരോ വ്യക്തിയും അവരെങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റണം.
ദാദിജി എപ്പോഴും പറയാറുള്ളതാണ്, ബാബ ഞാൻ എങ്ങനെയാണോ ഏതുപോലെയാണോ അങ്ങയുടേതാണ്. അപ്പോൾ ബാബയും എന്താ പറഞ്ഞ, കുട്ടി നീ എങ്ങനെയാണോ ഏതുപോലെയാണോ എൻ്റേത് തന്നെയാണ്. ബാബ ഒരിക്കലും ഇത് നോക്കിയിട്ടില്ല, കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, ഉയരം കുറഞ്ഞതാണോ ഉയരം കൂടിയതാണോ, പതിതമാണ്. എത്ര തന്നെ പതിതമായിട്ടും ബാബ നമ്മളെല്ലാവരും എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് നോൺ ജഡ്ജ്മെൻ്റൽ അക്സെപ്റ്റൻസ്. सुना उसके बाद लेकिन देखो फिर भी बाबा कहते बच्चे तुम कितने देह अभिमानी हो, बाबा की बात नहीं मानते हो. आज क्या बोल दिया बाबा ने, हाँ देखो मुरली आज की सुनी आज की सबने मुरली सुनी ना, क्या कह दिया, कितने कड़े शब्द भी यूज़ किए. क्यों? वो तो भगवान ने, उसने तो हमें एज इट इज़ एक्सेप्ट कर लिया है, उसके बाद वो ऐसा क्यों बोलता है? क्योंकि वो एज इट इज़ हमें रखना नहीं चाहता है. वो इसलिए हमें नहीं लेके आया कि बच्चे तुम जैसे थे वैसे ही यहाँ पड़े रहो, भीड़ करो आकर के, ऐसा नहीं चाहता है. वो ये चाहते हैं कि तुम जैसे भी हो, मैं तुम्हें देवता बनाने वाला हूँ. तुम्हें एक्सेप्ट किया तुम जैसे थे, लेकिन तुम्हें वैसे ही नहीं मैं रखने वाला हूँ, मैं ट्रांसफॉर्म करने वाला हूँ. कितना एग्जाम्पल देते हैं. भ्रमरी भी विष्टे के कीड़े को लेके आती है, देखो बाबा क्या कहते हैं. फिर क्या करती है, भूं 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 करके उसको पड़ लगा देती है, वो भी उड़ना सीख जाता है. तो बाबा हम बच्चों पे सीजलेसली एफर्ट डाले जा रहे हैं रोज. नॉन जजमेंटल एक्सेप्टेंस के बाद भी वो हमें कुछ बनाना चाहते हैं, कुछ करना चाहते हैं, जैसे हम थे वैसे ही नहीं रखना चाहते हैं. सो नॉन जजमेंटल एक्सेप्टेंस मीन्स जो जैसा है उसे दिल में रख लिया, तुम मेरे हो, यहाँ है तुम्हारा स्थान, लेकिन मैं तुम्हें ये बनाना चाहती हूँ, इसलिए तुम्हें मैला नहीं होने देना चाहती हूँ, तुम में कोई गलतियाँ नहीं आने देना चाहती हूँ, तुम्हारे में कुछ क्या कहें कमियाँ नहीं आ जाएं, उन कमियों से तुम्हें दूर रखूँ. ये भी भावना साथ में होता है नॉन जजमेंटल एक्सेप्टेंस में. ഇപ്പോൾ നോൺ ജഡ്ജ്മെൻ്റൽ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്തു. ബാബ നോക്കൂ, നമ്മളെല്ലാവരെയും നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണോ അതേപോലെ തന്നെ ബാബ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് വിടുകയല്ല ചെയ്യുന്നത്. ബാബ മുരളിയിൽ കൂടി ഇതും പറയാറുണ്ട്, കുട്ടികളെ നിങ്ങളുടെ ഉള്ളിൽ ദേഹാഭിമാനം വളരെയധികം ഉണ്ട്. ഇന്നത്തെയും മുരളിയിൽ ബാബ നോക്കുകയാണെങ്കിൽ എന്തെല്ലാമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണോ അതേപോലെ നമ്മളെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവരേണ്ട പരിവർത്തനം, അതിനു വേണ്ടിയിട്ടും ബാബ നമ്മളുടെ മേൽ വളരെയധികം പരിശ്രമം ചെയ്യുന്നുണ്ട്. കാരണം ബാബ നമ്മളെ ദേവതയാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും വെറുതെ വിടില്ല. ഇങ്ങനെയെല്ലാം ആണ്, പതിതമാണ്, ഇതെല്ലാം ആണ് എങ്കിൽ പോലും ബാബ വീണ്ടും നമ്മളിൽ പരിവർത്തനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യവും കൂടി ചെയ്യുന്നുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ नॉन जजमेंटल एक्सेप्टेंस എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. एक और एग्जाम्पल क्लासिक अगेन इस प्रकार से है. एक माँ का बेटा जो है वो क्या कहते हैं उसको, एबनॉर्मल है थोड़ा, जैसा भी क्या कहते हैं उसको, एक मॉडर्न भाषा अच्छा सा और क्या बोलते हैं, स्पेशल चाइल्ड है समझो. हाँ इस प्रकार से बोलते हैं ना, कोई स्पेशल चाइल्ड है. उसको माँ ने उसको नॉन जजमेंटली एक्सेप्ट किया होता है. वो क्या है, तू मेरा है. कोई कह के तो देखे तुम्हारा बच्चा अच्छा नहीं है, माँ खाने चली जाएगी, है कि नहीं, नहीं नहीं जो है जैसा मेरा है. लेकिन हमेशा उसको क्या दिल रहता है कि काश मेरे बच्चे की ये एबनॉर्मलिटी दूर हो जाए. वो हर संभव कोशिश करती है कि उसको ठीक करना चाहिए, ठीक हो जाए, ये भी ठीक हो जाए, उसका वो भी ठीक हो जाए. ठीक से बोल नहीं पाता है, ठीक से बोलने लग जाए, ठीक से चल नहीं पाता है, ठीक से चलने लग जाए. कोई वैद्य नहीं छोड़ती है, कोई मेडिसिन नहीं छोड़ती है, कोई डॉक्टर नहीं छोड़ती है, कोई गुरुद्वारा मंदिर नहीं छोड़ती है, जाके सजदा करती है, नमस्कार करती है, आरती उतारती है कि भगवान मेरे बच्चे को ठीक कर दो. इसका ये मतलब नहीं कि उसने इसको एज इट इज़ एक्सेप्ट नहीं किया है, नॉन जजमेंटली उसको एक्सेप्ट किया है, लेकिन वो उसको और अच्छा बनाना चाहती है. तो वैसे ही नॉन जजमेंटल एक्सेप्टेंस मतलब ये है कि हम हर परिस्थिति को एक्सेप्ट करें. ठीक है, पहले क्या करें, एक्सेप्ट करें, ये ठीक है, ये आज का स्टेज है, लेकिन मैं अपने पुरुषार्थ से इसको अच्छा कैसे बना सकती हूँ. और अगर अच्छा नहीं भी बना पाई तो कोई गिल्ट नहीं हो. भाई माँ ने कोशिश किया
उसके बाद भी वो बच्चा ठीक नहीं हो पाया, तो इसका मतलब ऐसा कोई उसको गिल्ट नहीं रहता है कि फिर भाई मेरा बच्चा ठीक क्यों नहीं हुआ। नहीं हुआ क्योंकि उसके भाग्य में ऐसा था, मेरे भाग्य में ऐसा था। तो इस प्रकार संकल्पों का वो दौर आगे नहीं चले, कहीं ना कहीं स्टॉप हो जाए। अच्छा करने की इच्छा, लेकिन फिर भी वो इच्छा अगर नहीं पूरी हुई तो कोई तलब नहीं। इस प्रकार की एक स्थिति को हम कहेंगे नॉन जजमेंटल एक्सेप्टेंस। ഇപ്പോൾ നമ്മുടെ മുന്നിൽ എന്തെല്ലാം പരിതസ്ഥിതികൾ വന്നാലും ശരി, ആ പരിതസ്ഥിതികൾ അതെങ്ങനെയാണോ അതേപോലെ തന്നെ സ്വീകരിക്കും. ഇങ്ങനെ സംഭവിച്ചു, ഓക്കെ, ഇനി അടുത്ത ഞാൻ എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. വേറൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറയുകയാണ്. ഒരു അമ്മയും കുട്ടിയും. ആ കുട്ടി സ്പെഷ്യൽ ചൈൽഡാണെന്ന് വിചാരിക്കൂ, കുറച്ച് മന്ദബുദ്ധി പോലെയുള്ള അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കുട്ടിയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ ആ കുട്ടിയെ ആ അമ്മ നോൺ ജഡ്ജ്മെൻ്റലി അക്സെപ്റ്റ് ചെയ്തു. ആ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. ആ അമ്മ ആ കുട്ടിയെ അതേപോലെ അക്സെപ്റ്റ് ചെയ്തു. അത്രയും സ്നേഹം ആ കുട്ടിയോടുണ്ട്. ആ കുട്ടിയെക്കുറിച്ച് വേറെ ആരെങ്കിലും പറയുകയാണ് മകൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ആ അമ്മ അതിനെ കേട്ടുകൊണ്ടൊന്നും നിൽക്കില്ല. ആ കുട്ടിയെക്കുറിച്ച് പറയുന്നത് ആ അമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എങ്ങനെയാണോ അതേപോലെ തന്നെ ആ അമ്മ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മ പിന്നീട് ഒരു കാര്യവും ചെയ്യാതിരിക്കുന്നില്ല. അമ്മ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആരതി ചെയ്യുന്നുണ്ടാകും, ഗുരുദ്വാരയിൽ, ക്ഷേത്രത്തിൽ, ഹോസ്പിറ്റലിൽ വേണ്ട ചികിത്സകൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടാകും. എന്താണോ വീണ്ടും ആ കുട്ടിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ആ അമ്മ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാകും. എന്ന് പറഞ്ഞാൽ നോൺ ജഡ്ജ്മെൻ്റൽ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഇതല്ല, അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ മിണ്ടാതിരിക്കലല്ല. പിന്നെന്താ ചെയ്യുന്നത്? ചെയ്ത് കഴിഞ്ഞിട്ടും അടുത്തത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പ്രവർത്തിക്കണം. അപ്പം നമ്മുടെ മുന്നിൽ എന്തെല്ലാം പരിതസ്ഥിതികൾ വന്നാലും ശരി, ആ പരിതസ്ഥിതിയെ ആസ് ഇറ്റ് ഈസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇനി അതിനെ മറികടക്കാനുള്ള പുരുഷാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുകയും കൂടി വേണം. അപ്പോഴേ അത് നോൺ ജഡ്ജ്മെൻ്റൽ एक्सेप्टेंस आई मार्गेलू सुना। और ये नॉन जजमेंटल एक्सेप्टेंस जो है वो हमें एंजल बनने में कैसे मदद करता है? ഈ നോൺ ജഡ്ജ്മെൻ്റൽ അക്സെപ്റ്റൻസ് നമ്മളെ ഏഞ്ചൽ ആകുവാൻ ഏത് രീതിയിലാണ് സഹായിക്കുന്നത്? बातें आई गई, फुल स्टॉप. കാര്യങ്ങൾ വന്നു പോയി കഴിഞ്ഞു, ഫുൾ സ്റ്റോപ്പ്. मैं रिस्पॉन्सिबिलिटी लेके आई हूँ इस दुनिया में कुछ अच्छा करने के लिए, ठीक है? मैंने जादुई छड़ी चलाई, जितना हुआ ठीक, जितना नहीं हुआ उसके लिए मुझे टेंशन लेने की ज़रूरत नहीं है. किसका काम लेके आई हूँ? किसका काम लेके आई हूँ? बाबा का. अल्टीमेट रिस्पॉन्सिबल कौन है? बाबा है. फिर मुझे कोई संकल्प नहीं आए. ये जो निसंकल्पता की स्टेज है ये मुझे एंजल बनाने में मदद करता है. खुश, वाओ, बाबा ने क्या जीवन दिया है. खुश रहना है. അപ്പോൾ എന്തെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. ബാബ എനിക്ക് റെസ്പോൺസിബിലിറ്റി നൽകി എന്നെ അയച്ചിരിക്കുകയാണ്. ഞാനിത് ചെയ്യാനുള്ളത് ചെയ്തു. എത്ര ചെയ്യാൻ സാധിച്ചോ ചെയ്തു, എത്ര ചെയ്യാൻ സാധിച്ചില്ലയോ കഴിഞ്ഞില്ലയോ ഓക്കെ, അത് തീർന്നു. അതിൻ്റെ കുറ്റബോധത്തിലേക്ക് ഒരിക്കലും, അതിൻ്റെ ടെൻഷനിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ലല്ലോ, ഞാൻ ചെയ്തത് ശരിയായില്ലല്ലോ, ഇങ്ങനെയുള്ള ഒരിക്കലും കുറ്റബോധത്തിലേക്ക് പോകാനായിട്ട് അനുവദിക്കരുത്. കാരണം അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? ബാബയുടേതാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു, ചെയ്തു, കഴിഞ്ഞു. यहाँ एक बहुत गहरा टेक्निक काम करता है. वो टेक्निक क्या है कि हमारी कैपेसिटी को चैलेंज नहीं होता है. कैसे? जैसे आपकी कैपेसिटी है 80 किलो वेट उठाने की, ठीक है? मैं पूछूं आप कितना वेट उठा सकते हैं? कहते हैं 80 किलो वेट उठा सकता हूँ. ये देखो, उठाया धप, उठाया धप. मैंने कहा ये तो ठीक है, लेकिन क्या आप 10 ग्राम वेट उठा सकते हैं? तो आपको लगेगा बहन जी क्या कह रही है, अभी तो दिखाया 80 किलो वेट उठाता हूँ, फेंकता हूँ, और कहते 10 ग्राम नहीं उठा सकता हूँ. हमने कहा अच्छा भाई साहब ये लीजिए 10 ग्राम वेट और उठाइए.
पकड़े रखिए, जब तक मैं ना कहूं तब तक इसको छोड़ना नहीं। आधा घंटा पकड़ लीजिए, क्या होगा? क्या होगा? हाथ जकड़ जाएगा। अरे 80 किलो वेट उठाने वाले 10 ग्राम का क्या हो गया? क्यों ये भारी लगा वो भारी नहीं लगा? बोलिए, बोलना नहीं है आपको। हाँ। क्यों भारी वो नहीं लगा, ये क्यों लगा? उठाया और पटका, भारी नहीं लगा। लेकिन ये जब तक वेट को उठाए रखा तब तक सिस्टम लॉक हो गया है कि नहीं, और ये बहुत पेनफुल हुआ। दुनिया की आत्माओं और हम आत्माओं में बस इतना अंतर है, परेशानियां हमारे पास भी आती है, प्रॉब्लम्स हमारे पास भी आती है, चैलेंजेस हमारे पास भी आती हैं, बातें भी हमारे पास आती हैं, लेकिन हम उसको पकड़ के नहीं रखते हैं। उठाया और पटका। कई बार लोग कहते हैं ना, बाप रे इतनी बड़ी बात आपकी लाइफ में आई, इतना बड़ा चैलेंज आया, आप उसमें मुस्कुराते रहे। कैसे मुस्कुराया? ओ धम, ठीक है कि नहीं? उठाया और पटक दिया तो मुस्कुराते रहे। अगर आपने उसको पकड़ के रखा होगा तो जरूर आप रोएंगे, मुस्कुरा नहीं पाएंगे। അപ്പോൾ ഇതിനുള്ളൊരു പ്രാക്ടീസാണ്, എന്ത് വന്നാലും ശരി അതിനെ പിടിച്ചു വെക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കരുത്. അതിനെ അപ്പം തന്നെ വലിച്ചെറിഞ്ഞ് കളയണം. ലോകത്തിലുള്ളവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവർ എന്തെങ്കിലും കാര്യം ഉണ്ടാകുന്നു, അതിനെ പിടിച്ചു വെക്കുന്നു. ജീവിതത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേ അതിനെ അവർ പിടിച്ചു വെക്കുകയാണ്, മനസ്സിലിങ്ങനെ പിടിച്ചു വെക്കുന്നു. നിങ്ങൾ മനസ്സിൽ പിടിച്ചു വെക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഏഞ്ചലാകാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ നോക്കൂ, നിങ്ങളോട് ചോദിക്കുകയാണ് എത്ര കിലോ ഭാരം ഉയർത്താൻ പറ്റും? അപ്പോൾ പറയുകയാണ് 80 കിലോ ഭാരം ഉയർത്താനായിട്ട് പറ്റും. അപ്പോൾ 80 കിലോ ഭാരം ഉയർത്തുന്നു, അത് ഉയർത്തുന്നു, താഴത്തേക്ക് പിന്നെ ഇടുന്നു, വീണ്ടും നിങ്ങൾക്ക് ഉയർത്തുന്നു. എത്ര പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞാലും അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഉയർത്തുന്നു, പിന്നെ അത് താഴത്തേക്ക് വരും. ഇനി നിങ്ങളോട് പറയുകയാണ് 10 ഗ്രാം ഭാരമുള്ള, 10 ഗ്രാം വെയിറ്റുള്ള ഈ ഒരു വസ്തു ഇങ്ങനെ പിടിച്ചുകൊണ്ടേ നിൽക്കൂ. കുറേ നേരം പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. കുറേ നേരം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് 10 ഗ്രാം വെയിറ്റേ ഉള്ളൂ. മറ്റേ നിങ്ങൾ 80 ഗ്രാം വെയിറ്റുള്ള വസ്തുവാണ് എടുത്ത് ഉയർത്തിയത്. പക്ഷേ ഈ 10 ഗ്രാം വെയിറ്റുള്ള ഈ വസ്തു പിടിച്ചുകൊണ്ട് കുറേ നേരം നിൽക്കാൻ പറയുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം എന്താണ്? നിങ്ങളുടെ സിസ്റ്റം ലോക്ക് ആവുകയാണ്. അല്ല, അത് കുറേ നേരം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ കഴയ്ക്കും. കാര്യം അതിന് ഭാരമില്ല എങ്കിൽ പോലും കുറേ നേരം പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൈ കഴയ്ക്കും. മറ്റേതങ്ങനെയല്ലായിരുന്നു, നമ്മൾ എടുത്തു, അതിന് താഴത്തേക്കിട്ടു, വീണ്ടും എടുത്തു, അത് താഴത്തേക്കിട്ടു. അതേപോലെ നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം തന്നെ വന്നാലും ശരി, എന്തൊക്കെ പരിതസ്ഥിതികൾ വന്നോട്ടെ, അതിനെ പിടിച്ചു വെക്കരുത്. അതിന് ഉടനെ തന്നെ കളയണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. നോൺ ജഡ്ജ്മെൻ്റൽ അക്സെപ്റ്റൻസ് എന്നുള്ളത്, ഏഞ്ചലാകാൻ ഈ നോൺ ജഡ്ജ്മെൻ്റൽ അക്സെപ്റ്റൻസ് നമ്മളെ സഹായിക്കും. सुना, बातें आई और चली गई, मेरे पास कुछ नहीं रहे। ये आई बात और दे दिया बाबा को। हाँ, वो करते हैं ना हम लोग, अभी कंस्ट्रक्शन का काम चल रहा है ना, तो ईंटा उठाते हैं। अब ईंटा में ऐसा है कि अगर आप पूरा 6 ईंटा उठा के लेके जाओगे वहाँ तक तो आपको थकना होगा। ये उसने दे दिया ईंटा, इसने पकड़ा दिया उसको, हाँ ऐसा ऐसा करके जब आप दे देते हैं ईंटा तो आपको थकावट नहीं होती, क्योंकि आपके पास रुकता नहीं है ज़्यादा। तो वैसे ही हमको क्या करना है, जो बातें आती हैं हाथों हाथ जहाँ देना है। समझो जैसे अब हमारा डिवाइन फैमिली है, छोटी बहनें हैं, उनको बात आती है तो अपनी बड़ी बहन को बता देती हैं, जो रिस्पॉन्सिबल होता है वो रिस्पॉन्सिबल बहन अपनी और बड़ी दीदी जो होती है उसको बता देती है। अच्छा, यहाँ से भी अगर नहीं सलटता है तो ऊपर बड़ों को बता दो, ठीक है। जब तक दादी जी थी, चलो दादी जी को बता दिया, रिस्पॉन्सिबिलिटी चली गई, मेरे पास कोई रिस्पॉन्सिबिलिटी नहीं, ठीक है कि नहीं। हम जो घर गृहस्थ में रहने वाले भाई बहन, या अभी यज्ञ में भी ऐसा ही है कि दादी जी आपके लिए बैठी नहीं है, बड़े आपके लिए हमेशा बैठे नहीं है बात सुनने के लिए, लेकिन क्या करें, बाबा को दे दिया, बाबा को दे दिया, ये प्रैक्टिस करना है, बाबा को दे दिया, बाबा को दे दिया। फिर हम हल्के की हल्के. ഇപ്പം എന്ത് കാര്യം ഉണ്ടാകുകയാണെങ്കിലും അത് ഉടനെ തന്നെ ബാബയ്ക്ക് കൊടുക്കുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ദാദിമാരൊക്കെ എപ്പോഴും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല, നിങ്ങൾ കുടുംബത്തിലിരിക്കുന്നവർക്ക് ചിലപ്പോൾ സദാ എപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി, ഇപ്പോൾ സെൻറ്റിൽ തന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടായി, ആ കാര്യം
നിങ്ങൾ ആരാണോ നിമിത്തമായിട്ടുള്ളത് ആ നിമിത്തമായിട്ടുള്ളവരെ അങ്ങോട്ട് പറയുക, നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. ആ കാര്യം നിമിത്തമായിട്ടുള്ളവരോട് പറഞ്ഞു, നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു. പിന്നെ എന്തെങ്കിലും ജീവിതത്തിൽ അങ്ങനെയുള്ളത് ഉണ്ടാകുകയാണെങ്കിൽ ഉടനെ തന്നെ അത് അഥവാ നിമിത്തമായിട്ടുള്ളവരില്ല എങ്കിലും ഉടനെ തന്നെ എന്ത് ചെയ്യണം, അത് ബാബയ്ക്ക് കൊടുക്കുക. വന്നു, അത് ബാബയ്ക്ക് കൊടുത്തു. ഇപ്പോൾ പറയുകയാണ് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലും നോക്കൂ. കൺസ്ട്രക്ഷനിൽ നമുക്കിപ്പോൾ ഒരു പാത്രം നിറച്ച് ഇഷ്ടികകൾ തന്നിട്ട് അത് ഈ സ്ഥലം മുതൽക്ക് അവിടം വരെ ചുമന്നുകൊണ്ട് പോകുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ക്ഷീണിക്കും, പല പ്രാവശ്യം അത് ചെയ്യുകയാണെങ്കിൽ. നേരെ മറിച്ച് വരിവരിയായിട്ട് നിന്നിട്ട് ഒരാൾ ഒരു ഇഷ്ടിക എടുത്തു അടുത്ത ആൾക്ക് കൈമാറി, അതങ്ങനെ കൈമാറി പോകുകയാണെങ്കിൽ നിങ്ങളിത് ചെയ്തു, അടുത്ത ആൾക്ക് കൊടുത്തു. അങ്ങനെ വരുമ്പോൾ ക്ഷീണം അനുഭവപ്പെടില്ല, ഭാരം ഉണ്ടാകുകയില്ല. കാരണം അപ്പോൾ തൻ്റെ കയ്യിലുള്ളത് അങ്ങ് കൈമാറുകയാണ് ചെയ്തത്. അപ്പം അതേപോലെ ജീവിതത്തിലും എന്തുണ്ടാകുകയാണെങ്കിലും ശരി, എന്ത് ചെയ്യണം, ഉടനെ തന്നെ അത് ബാബയ്ക്ക് കൊടുത്തേക്കുക. फिर होता है अनकंडीशनल लव. जो फरिश्ता है वो सबसे प्यार करता है, सबको क्या समझता है, अपना. सब मेरे हैं. क्यों सब मेरे हैं? मेरे बाबा के हैं. जब सब मेरे बाबा के हैं तो किसके हैं? मेरे हैं. दुनिया में उसको कोई पराया नहीं लगना चाहिए. कौन है कौन नहीं है, हिंदू है मुसलमान है, फलाना है या ढीकना है, लेकिन सबसे प्यार हो, दिल का प्यार, और कोई कंडीशन नहीं कि मैं इससे प्यार करूं तो मुझे क्या मिलने वाला है. दुनिया में भी कहते हैं प्यार बिजनेस नहीं होता है, लेन देन नहीं होता है. प्यार क्या होता है? देना होता है. इसी देने में ही लेना है. एनर्जी है ना. प्यार कोई स्थूल चीज़ तो नहीं है, एनर्जी है. और एनर्जी में क्या होता है, जितना आप देते हैं उतना आपके पास वो बढ़ता जाता है. विद्या के लिए, शिक्षा के लिए भी क्या कहते हैं, ज्ञान में भी क्या है, जब आप सुनाते जाते हैं तो क्या होता है, बढ़ता जाता है और बढ़ता जाता है. ऐसा होता है ना. तो वैसे भी प्यार भी ऐसे ही इमोशन है जिसको आप जितना अनकंडीशनली आत्माओं को देते हो उतना आपको बढ़ा हुआ मिलता है. मीन्स आपको कभी प्यार की कमी नहीं लगती है. लेकिन जब हम कंडीशनल प्यार करते हैं कि मैं कुछ दूं और मुझे कुछ मिले, या दुनियावी प्यार करते हैं, देहधारियों की तरह प्यार करते हैं, फलाना व्यक्ति और ढीकड़ा व्यक्ति ऐसा देख के, नाक आँख देख करके प्यार करते हैं, तो वो सत्यानाश वाला प्यार है. उससे फिर कुछ नहीं मिलता है, अच्छा नहीं है वो. രണ്ടാമത്തേതാണ് അൺകണ്ടീഷണൽ ലവ്, അങ്ങനെയുള്ള സ്നേഹം. ഇപ്പോൾ ബാബയുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ളതാണ്. അപ്പം നമുക്കും അങ്ങനെയുള്ള കണ്ടീഷനില്ലാത്ത സ്നേഹമായിരിക്കണം. ആര് എങ്ങനെയായിക്കോട്ടെ അവരെ നമുക്ക് നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് പറ്റണം. സ്നേഹം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സല്ല, ഒരു കൊടുക്കൽ വാങ്ങലല്ല. ഞാൻ കൊടുക്കുന്നു, തിരിച്ചെനിക്ക് കിട്ടണം, അവിടെ ഒരു പ്രതീക്ഷ അങ്ങനെയുള്ള കിട്ടണം എന്നുള്ളത് യാതൊന്നുമില്ല. നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ഇമോഷനാണ്, അങ്ങനെയുള്ളൊരു എനർജിയാണ്. നിങ്ങൾ എത്രമാത്രം അത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അത് നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കൊരിക്കലും, നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ അത്രയും അത് വർദ്ധിക്കും, അത്രയും നിങ്ങളുടെ ഉള്ളിൽ അത് ഉണ്ടാകും. അതിൻ്റെ കുറവ് നിങ്ങൾക്കൊരിക്കലും, ഒന്നിൻ്റെയും ഒരു കമി നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. सुना. और फिर अगर इस प्रकार का आपका सबसे प्यार है, अटकने वाला प्यार नहीं है. प्यार अगर एनर्जी कहीं ब्लॉक हो जाता है तो क्या होता है. बहुत लोग बड़ा अच्छा बताते हैं. दुनिया में अगर कोई इंसान बीमार होता है तो बीमारी का सबसे बड़ा कारण ब्लॉकेज है. सुना. अगर ठीक से आपका सिस्टम चल रहा है, फ्लो ठीक है, सब ब्लड का फ्लो, वाटर का फ्लो और जो भी सिस्टम का फ्लो ठीक है अगर, तो कहीं बीमारी नहीं हो सकती है. बीमारी है माना ब्लॉकेज है. ठीक है कि नहीं. वैसे ही अगर आपके पास इटर्नल प्यार है, अनकंडीशनल लव है हर आत्मा के प्रति, तो कहीं आपका ब्लॉकेज नहीं होगा. ब्लॉकेज नहीं तो किसी भी प्रकार की बीमारी नहीं होगी. मनसा में भी कोई बीमारी नहीं आएगी. वो अच्छा लगेगा. सब आत्माएं पास हैं, दूर हैं, कहाँ हैं, कोई हैं, लेकिन सबसे प्यार है, दिल का प्यार है. ठीक है कि नहीं. वो दुनिया भी प्यार होता है ना, तो देखने के लिए चाहिए भाई मेरा बेटा कहाँ है, मेरे पास आए तो मैं खुश हूँ, ऐसा करती है ना माँ.
लेकिन अनकंडीशनल लव में कोई व्यक्ति कहाँ है, दुनिया के किसी भी कोने में है, लेकिन उस प्यार के कारण हम उन आत्माओं को सस्टेनेंस देते हैं, ना उनको बांधते हैं ना उनसे बंधते हैं. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഈ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ലോകത്തിൽ എവിടെ ഇരിക്കുന്നവർക്കാണെങ്കിലും ശരി സ്നേഹത്തിൻ്റെ ആധാരത്തിൽ നമുക്ക് പാലന കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സാധാരണ രീതിയിലും ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണം ബ്ലോക്കേജാണ്. എവിടെയെങ്കിലും ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ടായെങ്കിൽ അതിനനുസരിച്ച് ശരീരത്തിന് രോഗം വരും. അപ്പം അതേപോലെ നമ്മളുടെ മനസ്സിലും ബ്ലോക്ക് ഉണ്ട് എങ്കിൽ, നമ്മളുടെ ഉള്ളിലും ബ്ലോക്ക് ഉണ്ട്, സ്നേഹത്തിൻ്റെ ബ്ലോക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, മനസ്സിൻ്റെ രോഗം വരാൻ തുടങ്ങും. ബ്ലോക്ക് തന്നെയാണ് നമ്മുടെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും രോഗത്തിന് കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ ആ ബ്ലോക്ക് മാറ്റുക തന്നെ വേണം. सुना? तीसरा जो शब्द बताया था वो क्या था? മൂന്നാമത്തെ കാര്യം ഏതാ പറഞ്ഞിരുന്നത്? डाउट, डाउटलेस फेथ. फेथ. सुना? संशय विहीना निश्चय. जिन बच्चों को बाबा पे निश्चय है वो जरा हाथ उठाएं. जिनको बाबा पे ആർക്കൊക്കെയാണോ ബാബയിൽ നിശ്ചയമുള്ളത് അവർ കൈ ഉയർത്തും. हाथ उठाएं, हाथ उठाएं. निश्चय वाले. बाबा ने कहा ना सब बच्चे 100% पास हैं. निश्चय नहीं होता तो क्या योग भट्टी करने आते? നിശ്ചയമില്ലെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ യോഗ ഭട്ടി ചെയ്യാൻ വേണ്ടി വരില്ലല്ലോ. बिल्कुल भी नहीं. इसलिए आपको क्वेश्चन ही गलत है कि भाई निश्चय है कि नहीं है ना. लेकिन उसके बाद एक और स्टेप है. इज माई फेथ डाउटलेस फेथ? क्या मेरा ये निश्चय बाबा के प्रति संशय विहीन निश्चय है? നിങ്ങൾക്കെല്ലാവർക്കും ബാബയിൽ നല്ല നിശ്ചയമുണ്ട്. ആ നിശ്ചയം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഭട്ടി കൂടാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. അപ്പം ആ ചോദ്യം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. നിങ്ങൾക്കെല്ലാവർക്കും നിശ്ചയം ഉണ്ടോ എന്നുള്ളത്. അതുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ എത്തിയത്. എന്നാലും ഒരു ചോദ്യം ഇതാണ്, സംശയമില്ലാത്ത നിശ്ചയമുണ്ടോ നിങ്ങൾക്ക്? ठीक है ना. अच्छा, बाबा ने क्या कहा है? निश्चय बुद्धि विजयंती, संशय बुद्धि विनशंती. अगर आपके पास निश्चय है तो विजय सुनिश्चित है. भगवत गीता पढ़िए ना, सबने सुना होगा भगवत गीता के बारे में, थोड़ा बहुत पढ़ा भी होगा. सारे गीता का सार उसका अंतिम श्लोक है. ज्ञानी आत्मा के लिए, पुरुषार्थी आत्मा के लिए संजय कहते हैं धृतराष्ट्र से. संजय उवाच, अंतिम श्लोक भगवत गीता का, जो सब कुछ सुनने जानने के बाद संजय कंक्लूड करते हैं. क्या कहते हैं? यत्र योगेश्वर कृष्ण यत्र पार्थ धनुर्धर तत्र श्री विजयर्भूति ध्रुवा नीति मतिर्मम. सुना? क्या कहा? जहाँ स्वयं योगेश्वर कृष्ण हैं, जिस साइट में भगवान हैं, यत्र पार्थ धनुर्धर, जहाँ पुरुषार्थी अर्जुन है, ज्ञान को अर्जन करने वाला श्रेष्ठ पुरुषार्थी अर्जुन है, यत्र श्री विजयर्भूति ध्रुवा नीति मतिर्ममा, वहीं पे ही विजय होगा. ये मेरा ध्रुव की नीति की तरह अटल नीति है, अटल सत्य है ये, कि उसी का ही विजय होगा. किसका? जिसके साइड में भगवान है, माना जिसका भगवान पे संपूर्ण निश्चय बुद्धि है. ये संपूर्ण निश्चय बुद्धि के बाद भी हम जीतते क्यों नहीं, कभी कभी हार क्यों जाते हैं? बाबा बहुत प्रिय लगता है, फिर भी कहीं ना कहीं आज बाबा को ऐसी मुरली चलानी पड़ी. सोचो, मुझे याद है किसी बहन ने कहा क्या करूं, कुछ तो ऐसी बात है जो मैं फलाने व्यक्ति को या उसको समझाना चाहता हूँ, समझानी चाहती हूँ, कैसे समझाऊँ समझ में नहीं आता है. वो समझते ही नहीं है. इतना बोल बोल के मुझे समझ में नहीं आ रहा है कैसे समझाऊँ. तो हमारी संदेशी दादी कहती थी, मैं दूसरा क्या समझाऊँ. हम जाके कहते थे दादी ये मेरे समझाने से नहीं समझता है, आप समझाओ. तो दादी कहती थी ये जो मुरली है ना, मुरली उसमें बाबा सब कुछ समझा देता है, मुझे एक्स्ट्रा समझाने के लिए कुछ रह नहीं जाता है. तो माना बाबा सब चीज़ें, सब बातें, सब कुछ मुरली में समझा देते हैं, बताते हैं.
लेकिन उसके बाद भी हम कुछ कहीं ना कहीं कमी वाले क्यों रह जाते हैं? അപ്പോൾ നമുക്കറിയാം നിശ്ചയബുദ്ധി കുട്ടികൾ വിജയിക്കുന്നു, സംശയബുദ്ധി നശിക്കുന്നു. ഗീതയിലെയും അവസാനത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, സഞ്ജയൻ്റെയും ധൃതരാഷ്ട്രയുടെയും സഞ്ജയ ഉവാചയായിട്ട് പറയുന്നതാണ്, എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, അതായത് ഭഗവാനുള്ളത്, എവിടെയാണോ പുരുഷാർത്ഥിയായിട്ടുള്ള പാർത്ഥൻ അർജുനനുള്ളത്, അവിടെ തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതം തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ ചിലർ പറയാറുണ്ടെന്ന്, ഇവർക്ക് എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ദീദി പറയാണ്, സന്ദേശി ദാദിയുടെ അടുത്ത് അങ്ങനെ ചെന്ന് പറയുമ്പോൾ സന്ദേശി ദാദി പറയുന്ന, ഇവിടെ ബാബയുടെ മുരളി ഉണ്ടല്ലോ, ആ ബാബയുടെ മുരളിയിൽ ബാബ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാബയുടെ മുരളിയിൽ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അപ്പം ആ മുരളിയിൽ കൂടിയാണ് തീർച്ചയായിട്ടും എന്തായിട്ട് മാറുന്നത്? നിശ്ചയബുദ്ധിയുള്ളവരായിട്ട് മാറുന്നത്. होता क्या है, उसके लिए मैं आपको एक कहानी सुनाती हूँ, ठीक है? कहाँ गड़बड़ी होती है, सुनाऊँ? अच्छा, बोलो, कहानी सुनाती हूँ, तब तो कहानी जैसा सुनेंगे ना. गड़बड़ी कहाँ होती है, उसके लिए मैं एक कहानी सुनाती हूँ. എവിടെയാണോ കുറച്ച് ഉരസലുകൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അവിടെ അതിനെക്കുറിച്ചൊരു കഥ കേൾപ്പിക്കാറുണ്ട്. होना तो डाउटलेस फेथ चाहिए ना, लेकिन गड़बड़ी कहाँ होती है, मैं कहानी सुनाती हूँ, उससे आपको स्पष्ट होगा. ശരിക്കും നമുക്ക് വേണ്ടത് സംശയമില്ലാത്ത നിശ്ചയമാണ്. എന്നാൽ എവിടെയാണോ ചിലപ്പോൾ കുറച്ചൊരു ഗഡബഡുണ്ടാകുന്നത്, അതിന് വേണ്ടിയിട്ട്, അതിനെ മാറ്റാനുള്ള ഒരു കഥ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കണം, അതിനെ സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ട്. हम उड़ीसा से आए हैं, वहाँ जगन्नाथपुरी है. बाबा मुरली में बोलते ना जगन्नाथपुरी की बात. तो जगन्नाथ जी के पंडे होते हैं, जो उनके पूजक होते हैं, हाँ, उनको पंडे कहा जाता है. कई पंडे बड़े नैष्ठिक होते हैं, बहुत निष्ठा के साथ वो जगन्नाथ जी की भक्ति करते हैं. तो वैसा ही एक नैष्ठिक पंडा था और उसको 5 साल का एक बच्चा था. दोनों बाप बेटा साथ में रहते थे. ദീദി ഒറീസയിൽ നിന്നാണല്ലോ. അപ്പോൾ ഒറീസയിലാണ് ജഗന്നാഥപുരി ഉള്ളത്, ജഗന്നാഥ ക്ഷേത്രത്തിൽ. അവിടുത്തെ ഒരു കാര്യം പറയുകയാണ്, അവിടുത്തെ ഒരു പണ്ട, വളരെ നിഷ്ഠയോടുകൂടി എല്ലാം ചെയ്യുന്ന ഒരു പണ്ട, പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളെ പണ്ട എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം നിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പണ്ട, അദ്ദേഹത്തിന് 5 വയസ്സുള്ള ഒരു പുത്രനുണ്ടായിരുന്നു. അപ്പോൾ അവർ 2 പേരും കൂടി ഒരിക്കൽ ആ ക്ഷേത്രത്തിലേക്ക് പോയി. एक दिन पंडा को किसी जरूरी काम से बाहर जाना पड़ा. घर में कौन रह गया? छोटा पंडा. लेकिन छोटा पंडा ने हमेशा ये नोटिस किया कि घर में हम सब तभी खा सकते हैं जब ठाकुर जी को पहले खिलाया जाए. हम खाएं नहीं खाएं चल सकता है, लेकिन ठाकुर जी को ज़रूर खिलाना होता है. तो उसने देखा कि पिताजी अभी तक आए नहीं हैं, तो क्या करना चाहिए? वो खाना बनाने बैठा. 5 साल का बच्चा खाना बनाने बैठा, चूल्हा जलाया, आग कैसे लगी हो कि सोचो. फूं फूं करता रहा, मुंह हाथ भी काला कर लिया और डेगची में चढ़ा दिया खाने के लिए, उबल जाए तो खाना बन जाए. कुछ जल गया, कुछ कच्चा रह गया, कुछ काला हो गया, कुछ धुएं के स्मेल वाला हो गया, लेकिन उसने जैसा कैसा भी पका लिया. ठीक है कि नहीं? अब सब पकाने के बाद सबसे पहले क्या करना गया होगा? पहले ठाकुर जी खा लें. तो उसने थाली में भोजन परोसा, हाँ, और उस पर रुमाल चढ़ाई, ले गया ठाकुर जी को खिलाने के लिए. पर्दा वर्दा बंद कर दिया और आंखें बंद करके बैठा. ठाकुर जी आएंगे और खाएंगे, बीच बीच में देख लेता था थोड़ा आंख खोल के, आए कि नहीं आए ठाकुर जी. फिर बैठता था आंखें बंद करके, ठाकुर जी आइए. कहने लग गया, ठाकुर जी मैं छोटा बच्चा हूँ, आज पिताजी घर में नहीं है, आपको तो पता होगा. मेरे छोटे छोटे हाथ हैं, मुझे खाना बनाना नहीं आता है. आज मैंने पहली बार आपके लिए ट्राई किया है, जैसा कैसा बना है खा लो, लेकिन प्रॉमिस करता हूँ, हाँ, ऐसे वाले करना, प्रॉमिस करता हूँ कि जब पिताजी आएंगे
तो उनको बोलूँगा वो आपके लिए खीर बना देंगे, तब खीर खा लेना, लेकिन आज जैसा कैसा है खा लो। फिर आंखें बंद करके बैठ गया, कोई नहीं आया खाने के लिए। अब क्या होने लगा, उसका भी यहाँ कबड्डी शुरू हो गया, चूहों ने कूदना शुरू कर दिया, बहुत जोर से भूख लगी। बच्चे को भूख लगता है तो क्या करता है, रोता है, तो जोर जोर से रो रो के कहने लग गया, भगवान जी प्लीज़ खा लो, जब तक आप नहीं खाओगे मैं नहीं खा सकता हूँ, और घर की परंपरा नहीं टूट सकता है, आपको खाना ही पड़ेगा, आओ खाओ खाओ करके रोने लग गया। फाइनली क्या हुआ होगा, बोल के कहानी बता के पूछो, फाइनली क्या हुआ होगा। അപ്പോൾ ഒരു ദിവസം അച്ഛൻ പുറത്തേക്ക് പോയി. അപ്പോൾ സാധാരണ രീതിയിൽ വീട്ടിൽ എന്താണോ ആഹാരം ഉണ്ടാക്കുന്നത് അത് ആദ്യം മൂർത്തിക്ക് കൊടുത്തതിന് ശേഷമാണ് എല്ലാവരും കഴിക്കുന്നത്. നിവേദ്യമായിട്ട് ആദ്യം സമർപ്പിക്കും, എന്നിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസം അച്ഛൻ പുറത്ത് പോയി കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയില്ല. കുറേ നേരം കാത്തിരുന്നു, വളരെ വൈകിട്ടും അച്ഛൻ എത്തിയില്ല. അപ്പോൾ കുട്ടി എന്ത് വിചാരിച്ചു, 5 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ആദ്യം ഉണ്ടാക്കി എങ്ങനെയൊക്കെയോ അടുപ്പ് കത്തിച്ച് ഊരി ഊരി മുഖമൊക്കെ കറുത്തു, നല്ല പുകയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ നന്നായിട്ട് കിട്ടി, കുറച്ചൊക്കെ അടിയിൽ പിടിച്ചു, കുറച്ചൊക്കെ കരിഞ്ഞു. എന്തായാലും ശരി, അത് എടുത്ത് ആദ്യം എന്ത് ചെയ്യണം, മൂർത്തിക്ക് കൊടുക്കണമല്ലോ, ആദ്യം അത് സമർപ്പിക്കണം. അപ്പോൾ അവിടെ മൂർത്തിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് മൂർത്തിയോട് പറഞ്ഞു, ഇന്ന് അച്ഛൻ പുറത്ത് പോയേക്കാണ്, ഇതുവരെ എത്തിയിട്ടില്ല, ഞാൻ എന്തൊക്കെയായാലും എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിക്കൂ എന്ന് പറഞ്ഞ് ഒരു പ്ലേറ്റിലാക്കിയിട്ട് അത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് കണ്ണടച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കോളി, കണ്ണിട്ട് നോക്കും നിർത്തി കഴിച്ചോ എന്നുള്ളത്. പിന്നെയും വിളിക്കും, വരൂ വന്ന് കഴിക്കൂ, ഞാനിത് ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞ് വീണ്ടും വളരെ ഇത് കഴിക്കും. അച്ഛൻ വരുമ്പോൾ ഇന്നിപ്പോൾ ഇത് എന്തായാലും ശരി ഇത് കഴിക്കൂ, അച്ഛൻ വരുമ്പോൾ നല്ല പായസമൊക്കെ ഉണ്ടാക്കി തരും, ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് കരിഞ്ഞതാണെങ്കിലും ശരി കഴിക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും കണ്ണടച്ചിരിക്കും. വീണ്ടും വിളിക്കാൻ തുടങ്ങി, വരൂ വന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ്. കുറേ നേരം കഴിഞ്ഞിട്ടും കണ്ണ് തുറന്നു നോക്കിയപ്പോഴും അതവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടിയാണല്ലോ, കുറേ കഴിയുമ്പോൾ എന്തു പറ്റും, വിശക്കാൻ തുടങ്ങുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, വിശക്കുമ്പോൾ കരയാൻ തുടങ്ങും. ഉറക്കെ കരയാൻ തുടങ്ങി, കരയുന്നതോടൊപ്പം തന്നെ വിളിക്കാനും തുടങ്ങി. സുനേ ഫൈനലി ക്യാ ഹുവാ ഹോഗാ ബോലോ, എന്ത് സംഭവിച്ചിട്ടുണ്ടാവും അവസാനം? ഫൈനലി ഠാക്കുർജിക്കോ ആനാ പടാ, അവസാനം മൂർത്തിക്ക് വരേണ്ടി വന്നു. कहानी में ऐसा है, बाल गोपाल आया और उसने ऐसा सब मुँह करके खाया. കഥയിൽ അങ്ങനെയാ പറയുന്നത്, അവസാനം ബാലഗോപാലൻ വന്ന് അത് കഴിച്ചിട്ട് പോയി. तो छोटे बच्चे ने सोचा बड़ा नखरे वाला भगवान है, कैसा नाक मुँह करता है, कोई बात नहीं, कल पिताजी आएंगे ना, कह दूंगा खीर बना देंगे तो खा के खुश हो जाएगा. അപ്പം മുഖമൊക്കെ ഒന്ന് ചുളിച്ച് ഇതൊക്കെ കഴിച്ചിട്ടാണ് ബാലഗോപാലൻ വന്ന് കഴിച്ചിട്ട് പോയത്. എന്നാലും അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇതെന്തൊരു ബാലഗോപാലനാണ്, എന്തൊരു ഭഗവാനാണ്, അതായത് ഇങ്ങനെയാണോ കഴിക്കുന്നത്, സാരല്ല, നാളെ ഇനി അച്ഛൻ വരുമ്പോൾ നല്ല പായസം ഉണ്ടാക്കി തരാനായിട്ട് പറയാം. सुना, अब क्या हुआ, उसने तो सोचा पाला छूटा, अब खा लिया ना, कल खीर खा लेंगे ठीक हो जाएंगे. लेकिन अगले 1 सप्ताह तक बड़ा पंडा नहीं आया. सुना, तो क्या करे, दूसरे दिन जब नहीं आए तो उसने फिर थोड़ा सा इम्प्रूवमेंट किया खाना बनाने में. ठाकुर जी खाएंगे, बाबा बड़े नखरे वाले हैं, तो उसने अच्छे से खाना बना के खिलाया. 7 रोज तक यही क्रम चलता रहा. वो रो रो के बुलाता, तब वो आते, खा के जाते. और 7वें दिन पिताजी बड़ा पंडा आ गए. അപ്പോൾ ഒരാഴ്ചയോളം ബഡാ പണ്ട വന്നില്ല, എന്ന് പറഞ്ഞാൽ അച്ഛൻ വന്നില്ല. അപ്പോൾ ഈ കുട്ടി തന്നെ ഇതുപോലെ ആഹാരം ഉണ്ടാക്കിയിട്ട് ഭഗവാന് കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ എന്താ, ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ തുടങ്ങി. അപ്പോൾ 7ാമത്തെ ദിവസവും എല്ലാ ദിവസവും കൊടുക്കും, ബാലഗോപാലൻ വന്നത് കഴിച്ചിട്ട് പോകും. അപ്പോൾ അവസാനം 7ാമത്തെ ദിവസം ബഡാ പണ്ട വന്നു, അച്ഛൻ വന്നു. सीना जैसे अच्छन आए, अच्छन ठीक है ना, हाँ, जैसे ही अच्छन आए तो उसने कहा, भाई अब तो लो संभालो पिताजी, खीर जरूर बनाना, हाँ
आपके ठाकुर जी को भी खिलाना है, खीर बनाना। तो बड़ा पंडा ने समझा बेचारा 7 दिन तक ऐसे ही रहा होगा भूखा, और कहा खीर बनाने के लिए। तो बड़े प्यार से उन्होंने खीर भी बनाया, पूरा भोजन सिस्टमेटिक बनाया और लेके गए ठाकुर जी को खिलाने। कौन? बड़ा पंडा। और जब उनको खिलाने लेके गए और खिलाया, वापस आए, तो इस छोटे बच्चे को बड़ा शौक लगा, लेकिन सोचा ज़रूर ठाकुर जी मेरे पिताजी से डरते होंगे, इसलिए जल्दी जल्दी खा लिया। और देखो पिताजी आ गए, मेरे सामने तो कैसे नखरे करते थे, नाक मुंह ऊपर करके खाते थे, ज़रूर डरते होंगे मेरे पिताजी से, ऐसा उसने सोचा। किसने? छोटे बच्चे ने। लेकिन उसके छोटे से मन को ये एक्सेप्ट करना मुश्किल लगा कि जितना भी डरते हों इतनी जल्दी नहीं खा सकते, कैसे खाते होंगे। फिर सोचा डर के कैसे जल्दी जल्दी खाते होंगे, मुझे एक बार देखना चाहिए। कितना दिन, 7 दिन तक मुझे कितना परेशान किया, तब मैं देखना चाहता हूँ कि वो डर के कैसे खाते हैं। सुना? तो दूसरे दिन जब भोग लेकर के गए, कौन? बड़ा पंडा, भोग लगाने के लिए, तो पर्दे के पीछे खड़ा होकर देखने लगा कि अब ठाकुर जी आएंगे और कैसे खाएंगे, डर के मैं देखता हूँ। लेकिन वो देख के उसको शॉक लगा, शॉक ऑफ हिज लाइफ, जो भी हुआ होगा। क्या शौक लगा होगा? सुना दीजिए यहाँ तक पहले। അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോൾ കുട്ടി എന്ത് ചെയ്തു? അച്ഛന് കൈമാറി. പറഞ്ഞു ഇത്രയും നാൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു, ഇനി അച്ഛൻ നാളെ എന്തായാലും ശരി ഠാക്കുർജിക്ക് പായസം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അച്ഛൻ വിചാരിച്ചു പാവം ഇത്രയും ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇത് ചെയ്തിട്ടല്ലോ. അപ്പോൾ അടുത്ത ദിവസം എന്ത് ചെയ്തു? ഈ അച്ഛൻ നല്ല പായസം, ഭോജനവും പായസവും എല്ലാം ഉണ്ടാക്കി. എന്നിട്ട് ആദ്യം എന്ത് ചെയ്തു? ഠാക്കുർജിക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര ഷോക്കായി. അതായത് ഇത്രയും പെട്ടെന്ന് എങ്ങനെ അച്ഛൻ തിരിച്ചു വന്നു? അപ്പോൾ വിചാരിച്ചു അച്ഛനെ ചിലപ്പോൾ പേടിയായിരിക്കും, ബടാ പണ്ടേ ഠാക്കുർജിക്ക് ചിലപ്പോൾ പേടിയായിരിക്കും, അതുകൊണ്ടായിരിക്കും വേഗം വന്നത്. എന്നാലും എങ്ങനെ എത്ര പേടിയുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ, എന്താ പറ്റിയത്? എന്നിട്ട് വിചാരിച്ച് അടുത്ത ദിവസം ഈ അച്ഛൻ ഠാക്കുർജിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഈ കുട്ടിയും കൂടി പിന്നാലെ ചെന്ന് കർട്ടന് പിന്നിൽ നിന്നുകൊണ്ട് നോക്കിക്കൊണ്ടേയിരുന്നു എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. सुना? दूसरे दिन उसको किस बात का शौक लगा? देखा कोई ठाकुर जी नहीं खाने आते हैं, वो थाली लेते हैं, हमारे में कहते हैं मार ताली उठा थाली, ले थाली, ताली मारा, थाली उठा के ले आया। कोई ठाकुर खाने नहीं आते हैं. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവിടെ ചെന്നിരുന്ന് ഇങ്ങനെ പിന്നിൽ നിന്നുകൊണ്ട് ഒളിഞ്ഞു നോക്കി എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ഷോക്കായി. കാരണം നോക്കിയപ്പോൾ ഠാക്കുർജി വരുന്നൊന്നുമില്ല. അച്ഛൻ അവിടെ ചെന്നു, 2 കൈയടിച്ചു, ഇതെടുത്ത് മാറ്റി, പിന്നെ തിരിച്ചതും കൊണ്ടുവന്നു, ഇതേ നടക്കുന്നുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് വളരെ ഷോക്കായി. तो शौक में रहे बच्चे ने अपने पिताजी को पकड़ा और कहा पिताजी ठाकुर जी ने तो खाया ही नहीं, भूख कैसे लग गया? അപ്പോൾ ഈ ഷോക്കായിട്ട് കുട്ടി അച്ഛൻ്റെ ചെന്ന് പിടിച്ചിട്ട് അച്ഛനോട് ചോദിച്ചു അച്ഛാ ഇത് എന്താണ്, ഠാക്കുർജി ഇതുവരെ കഴിച്ചില്ലല്ലോ, അപ്പം എങ്ങനെ നിവേദ്യം വെച്ചു, ഭോഗ് വെച്ചു? तब पंडा ने कहा तुम क्या कह रहे हो? तो उसने पूरे 7 दिन की कहानी पंडा को सुनाया, क्या हुआ करके सारी कहानी अपने पिता को सुनाया. जब उसके पिताजी ने ये कहानी सुनी तो एकदम नाराज हो गए, बहुत जोर से नाराज हुए. बोलो क्यों नाराज हुए होंगे, किस पे नाराज हुए होंगे? അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു? അച്ഛനോട് 7 ദിവസത്തെ കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചു. ഇങ്ങനെ ഠാക്കുർജി വന്നതും കഴിച്ചതും എല്ലാ കാര്യങ്ങളും കേൾപ്പിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര ദേഷ്യം വന്നു, ശക്തമായിട്ടുള്ള ദേഷ്യം വന്നു. वो भगवान से नाराज हो गए और खड़े होके जोर जोर से बुलाने लग गए कि भगवान ये क्या अन्याय किया आपने, मेरे साथ इतना बड़ा डिस्पैरिटी कैसे? क्यों? वो बच्चा जिसको कुछ भी नहीं पता है, उसने कभी शास्त्र नहीं पढ़ा, उसने कभी तुम्हारी भक्ति नहीं की, उसने कुछ भी नहीं किया है. मैं 40 साल से तुम्हारी हर सेवा करता आया हूँ,
मैं नैष्ठिक ब्राह्मण हूँ, निष्ठा के साथ करता आया हूँ। 40 साल के मेरी इतनी मेहनत के बाद भी आपने मुझे एक बार भी दर्शन नहीं दिया। और वो कल का बच्चा 5 साल का भी नहीं है, उसको किसी चीज़ की समझ भी नहीं है। उसने क्या राख श्वास क्या खिलाया तुमको जो तुम आके खाने लग गए? उसके साथ तुम 7 दिन रहे, मुझे क्यों नहीं दर्शन दिया? उसको क्यों दर्शन दिया? आज मुझे आपको एक्सप्लेन करना ही पड़ेगा। അപ്പോൾ ഈ അച്ഛന് ഭഗവാനോടും ഭയങ്കര ദേഷ്യം വന്നു. പറഞ്ഞു, ഇത്രയും ഇതെന്താ എന്നോട് ഇങ്ങനെയുള്ള അന്യായം കാണിച്ചത്? ഞാൻ 40 വർഷമായിട്ട് വളരെ നിഷ്ഠയോടുകൂടി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം പഠിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 5 വയസ്സുള്ള കുട്ടി യാതൊരു തരത്തിലുള്ള വേദങ്ങളോ മന്ത്രങ്ങളോ ശാസ്ത്രങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല. ആ കുട്ടിക്ക് ഈ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ദർശനം കൊടുത്തുകൊണ്ടേയിരുന്നു, കൂടെ തന്നെയായിരുന്നു. എനിക്ക് ഇത്രയും നാളായിട്ട് 40 വർഷമായിട്ട് ഞാനിത് ചെയ്തിട്ടും എനിക്കൊരു തരത്തിലുള്ള ദർശനം പോലും തന്നില്ലല്ലോ. ഭയങ്കര ദേഷ്യം വന്നു. सुना? तब भगवान ने उसको क्या एक्सक्यूज दिया होगा बोलो? 40 साल का वो तपस्वी, 40 साल से भगवान का बड़ी निष्ठा के साथ सब काम करने वाला, शास्त्रों को पढ़ा हुआ है, शास्त्रों के नियमों अनुसार ही चलने वाला है, उसको भगवान क्यों नहीं मिले? उस बच्चे को क्यों मिले? 40 വർഷമായിട്ട് വളരെ നിഷ്ഠയോടുകൂടി എല്ലാം ചെയ്തിരുന്ന, എല്ലാം ഇതൊക്കെ പഠിച്ച് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് വളരെ കാര്യമായിട്ട് ഇതെല്ലാം ചെയ്തിരുന്ന ആ ആൾക്ക് ഭഗവാനെ കിട്ടിയില്ല. പക്ഷെ ഈ കുട്ടിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഭഗവാനെ ലഭിക്കുകയും ചെയ്തു. എന്തായിരിക്കും അതിൻ്റെ എക്സ്ക്യൂസ്? എന്തായിരിക്കും കാരണം? तो भगवान ने आके कहा कि तुम्हारी सब चीज़ें सब बातें ठीक है, तुम्हारा फेथ भी ठीक है, लेकिन तुम्हारा फेथ डाउटलेस नहीं है। लेकिन उस बच्चे का जो फेथ था वो डाउटलेस था। उसको पता था कि भगवान आएंगे खाएंगे, जब तक भगवान नहीं खाएंगे मैं उठ नहीं सकता हूँ, खा नहीं सकता हूँ। उसको पेट में इतनी तकलीफ होने लग गई क्योंकि भूख जोर से लगी है छोटे बच्चे को। उसके बाद भी वो उठा नहीं, रोता रहा, जब तक तुम नहीं खाओगे तब तक मैं नहीं खा सकता हूँ। तो उसे क्या फेथ है? भगवान आएगा और खाएगा। तुम जानते हो कि मैं भगवान को रोज भोग लगाता हूँ, पर ये भी जानते हो कि भगवान खाता नहीं है। तो तुम्हारा फेथ क्या है? डाउटलेस फेथ नहीं है। जब तुम्हारा डाउटलेस फेथ होगा, आओ भगवान, आना ही होगा, खाना ही होगा, तुम्हारे बिना मैं नहीं खा सकता हूँ, तब ये जो डाउटलेस फेथ है वो जाकर के तुम्हें सक्सेसफुल करता। ठीक है कि नहीं? तो जीवन में भी हमें क्या होना चाहिए? जो बाबा हमें जिस बाबा को हमने बाबा कह दिया, जिस बाबा पे हम निश्चय बुद्धि हैं, क्या मैं डाउटलेस फेथ में हूँ कि निश्चय भी करता हूँ, थोड़ा संशय भी करता हूँ, क्या करता हूँ? ഇപ്പം രണ്ടുപേരുടെയും തമ്മിൽ അച്ഛന് കിട്ടിയില്ല ഭഗവാനെ, കുട്ടിക്ക് ഭഗവാനെ ലഭിച്ചു. അപ്പം അതിൻ്റെ കാരണം എന്താണ്? നിശ്ചയത്തിലുള്ള, രണ്ടുപേർക്കും നിശ്ചയമുണ്ട്, നിശ്ചയത്തിലുള്ള വ്യത്യാസമാണ്. അച്ഛന് നിശ്ചയമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വളരെ കാര്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിനക്ക് നിശ്ചയമുണ്ട്, അതിൽ യാതൊരു സംശയവും ഇല്ല, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ കുട്ടിക്ക് എന്നിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമില്ലാത്ത നിശ്ചയമാണ്, ഡൗട്ട്ലെസ് ഫെയ്ത്ത് ആണ് എന്നിലുള്ളത്. കാരണം ആ കുട്ടി, അത് കൊച്ചുകുട്ടിയാണ്, ആ കൊച്ചുകുട്ടി വന്ന് അവിടെ ആഹാരം ഉണ്ടാക്കിയിട്ട് അവിടെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. കൊണ്ടുവന്ന് എപ്പോൾ വരെ ഭഗവാൻ അത് കഴിക്കുന്നില്ലയോ അവിടുന്ന് അനങ്ങില്ല. അപ്പം ശക്തമായിട്ട് വിശക്കുന്നുണ്ട്, എന്നിട്ടും ഭഗവാൻ വന്ന് കഴിക്കാതെ അനങ്ങില്ല. അപ്പം ഭഗവാൻ വരേണ്ടി വന്നു അവിടെ. അച്ഛനതല്ല ചെയ്യുന്നത്, അച്ഛൻ അവിടെ ആഹാരം ഉണ്ടാക്കിയിട്ട് അവിടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് 2 തട്ട് തട്ടി ഭഗവാനെ വിളിക്കും, അത് കഴിഞ്ഞിട്ട് പോകും. ബസ് അത്രയേ ഉള്ളൂ, നിശ്ചയമുണ്ട് അവിടെ. പക്ഷേ ആ അച്ഛന് ഡൗട്ട്ലെസ് ഫെയ്ത്ത് ഇല്ല, മകന് പക്ഷേ അതുണ്ടായിരുന്നു. അതാണ് വ്യത്യാസം. അതേപോലെ തന്നെ നമുക്കും ബാബയോടുള്ളത് അത്രയും സംശയമില്ലാത്ത നിശ്ചയമായിരിക്കണം. कई बार बाबा मुरली में कहते हैं, बच्चे मैं जो हूँ जैसा हूँ मेरे बच्चों में भी मुझे नंबरवार जानते हैं। कई बार हम ये तो जानते हैं बाबा मेरा बाबा है, टीचर भी है, पढ़ा रहा है,
सदगुरु भी है, ठीक है, लेकिन तो धर्मराज भी है। सुना, वो मुझे एक का पदम गुणा देने वाला है। जब मेरी अच्छाइयों का वो मुझे एक का पदम गुणा देगा तो मेरी बुराइयों का उसका भी पदम गुणा मिलने वाला है। छोटी छोटी गलतियों का वो बड़ा बड़ा पनिशमेंट देने वाला है। मेरा एक छोटा छोटा भूल, छोटी सी गलती बहुत बड़े बड़े पनिशमेंट को बुलाने वाला, उसे बहुत गड़बड़ी हो सकती है। ठीक है कि नहीं? ये बाबा की पढ़ाई है ना। तो क्या मुझे ये सब कुछ डाउटलेसली पता है? मैं जीवन में उसी प्रकार से आचरण करता हूँ कि मुझे बाबा पे संपूर्ण निश्चय है, कि गोलमाल वाला वो जो पिता पंडा की तरह? हाँ, निश्चय तो है लेकिन गोलमाल वाला। ठीक है, ऐसा भी चल जाएगा, वैसा भी चल जाएगा। ये नहीं चलाना है। बाबा पे संपूर्ण निश्चय रखना है, भगवान मेरे साथ है। ബാബയിൽ നമുക്ക് സമ്പൂർണ്ണ നിശ്ചയം ഉണ്ടായിരിക്കണം, ബാബ സദാ എൻ്റെ കൂടെയുണ്ട്. നോക്കൂ, ബാബ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എങ്ങനെയാണോ ഏതുപോലെയാണോ അതേപോലെ എന്നിൽ നിങ്ങൾക്ക് ആ നിശ്ചയം ഉണ്ടായിരിക്കണം. ബാബ നമ്മുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ബാബ ധർമ്മരാജനുമാണ്. നമ്മൾ എന്തെങ്കിലും ചെറുതോ വലുതോ ആയിട്ടുള്ള തെറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യണോ അതിന് 100 മടങ്ങുകളായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പം എന്തൊക്കെ തന്നെയാണെങ്കിലും ശരി, ഈ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു സംശയമില്ലാത്ത രീതിയിൽ നിശ്ചയമുണ്ടോ എന്നുള്ളത് നോക്കണം. सुना, तो बाबा पे डाउटलेस फेथ, जो बाबा कहे वही करूं, जो उसको पसंद। दुनिया में ऐसा कोई गीत है, जो तुमको हो पसंद वही बात कहेंगे। फिर क्या कहते, तुम दिन को अगर रात कहो तो रात कहेंगे। अगर बाबा पे मेरा ऐसा डाउटलेस फेथ है, जो बाबा कहे मुझे वो करना है। ऐसा नहीं कि बाबा दिन को क्यों रात कह रहे हैं, रात को क्यों दिन कह रहे हैं, ये पता है ना, वो भगवान है बस। फिर देखो, सफलता मेरा जन्म सिद्ध अधिकार है। फिर मुझे अपने एंजेलिक स्थिति का अनुभव जरूर होगा। फरिश्ते रहेंगे, डबल लाइट फरिश्ते। ബാബയിൽ നമുക്ക് സംശയമില്ലാത്ത നിശ്ചയം ഉണ്ടായിരിക്കണം. ബാബ എന്ത് പറയുന്നുവോ അതെനിക്ക് ചെയ്യുക തന്നെ വേണം. ഇപ്പോൾ ബാബ പറയുകയാണ്, പകലിനെ ബാബ രാത്രി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, എനിക്കത് രാത്രി തന്നെയാണ്. രാത്രിയെ പകലെന്ന് പറഞ്ഞാലും പകലിനെ രാത്രി എന്ന് പറഞ്ഞാലും ശരി, ബാബ എന്ത് പറയണോ അതിനെ എനിക്ക് ശരിയായിട്ട് സ്വീകരിക്കാൻ എനിക്കതിൽ ഉറപ്പുണ്ടായിരിക്കണം. ബാബ എന്ത് പറയുന്നുവോ അതിൽ നമുക്ക് पूर्ण निश्चय उറപ്പുണ്ടായിരിക്കണം. ठीक है ना? तो फरिश्ता बनने के लिए क्या करना है? 100% बाबा पे निश्चय. ഫരിസ്തയാകുവാൻ വേണ്ടിയിട്ട് 100% നമുക്ക് ബാബയിൽ നിശ്ചയം ഉണ്ടായിരിക്കണം. मेरा तो एक शिव बाबा, दूसरा ना कोई. എനിക്ക് ഒരേ ഒരു ശിവബാബ, രണ്ടാമത് ആരുമില്ല. ठीक है? दिल का रिश्ता बाबा से, ഹൃദയത്തിന്റെ ബന്ധം ബാബയുമായിട്ട്. बड़ी दादी थी ना, कहती थी, भाई भाई जिसको दादी से प्यार है हाथ उठाओ, हाथ उठाओ। सारी सभा उठाती थी। दादी का जिससे प्यार है हाथ उठाओ, हाथ उठाओ, हाथ उठाओ। सब लोग हाथ उठाते थे। फिर दादी क्या कहती थी? नहीं, दादी का बाबा से प्यार है, बाबा का दादी से प्यार है। बस दादी को प्यार किससे है? बाबा से है। तो हम बच्चों को भी क्या करना है? दिल का प्यार किससे रखना है? एक बाबा से। और वो कैसा प्यार हो? स्पॉटलेस प्यार हो। ऐसा नहीं दागी पे दागी, ऐसा वैसा बाबा प्यार स्वीकार भी नहीं करता। भले कहता है मेरे बच्चे हो, प्यारे बच्चे हो, मीठे बच्चे हो, अच्छे बच्चे हो, लेकिन दिल से नहीं प्यार करता है। तो क्या करना है? एक और बाबा गीत सुनाते हैं। कौन सा फिल्मी गीत? इस दिल के टुकड़े 1000 हुए, कोई यहाँ गिरा कोई वहाँ गिरा। हाँ, इस दुनिया के लोगों का क्या है? दिल टुकड़े टुकड़े में बंटा पड़ा है। लेकिन हमको क्या करना है? सब टुकड़ों को इकट्ठा करो, कहीं टुकड़ा पड़ने मत दो, एक दिल बनाओ। और वो पूरे का पूरा दिल किसको दो? बाबा को। मेरा तो एक शिव बाबा, दूसरा ना कोई। ठीक है?
जब ऐसा बाबा से संबंध होगा, प्यारा संबंध होगा, रोज बाबा से बातचीत करते रहेंगे, दिल का रिश्ता बाबा से रखेंगे, तो देखना चलते फिरते सहज ही एंजेलिक स्टेज होगा। बीच बीच में ख्याल आएगा, हमेशा ख्याल आएगा। वो फिर बाबा कहते ना थोड़ा थोड़ा तो ठीक है, हो जाता है, लेकिन जो सदा शब्द है उसको अंडरलाइन कराओ, फिर धीरे धीरे हम सदा की तरफ जाएंगे कि सदा कैसे ഫരിഷ്ത സ്ഥിതി में रहे. ठीक है. നമുക്ക് ബാബയോട് വളരെ ഹൃദയംഗമമായ സ്നേഹം ഉണ്ടായിരിക്കണം. ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമായിരിക്കണം ബാബയോട് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോഴും മാത്രമേ നമുക്ക് സഹജമായിട്ട് നമ്മുടെ ഏഞ്ചൽ സ്ഥിതിയിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്കുള്ള ആ ഒരു സ്ഥിതി പോരാ, സദാകാലത്തേക്കുള്ള സദാ നമുക്കിങ്ങനെ പറന്ന് ഏഞ്ചലായിട്ടിരിക്കാനായിട്ട് സാധിക്കണം. ഇപ്പം ബഡി ദാദി ഉണ്ടായിരുന്ന സമയത്ത് ദാദി ചോദിക്കുന്നത്, സഭയിൽ വന്നിരിക്കുമ്പോൾ ദാദി എല്ലാവരോടും ചോദിക്കും, ആർക്കെല്ലാം ദാദിയോട് സ്നേഹമുണ്ട്, അവർ കൈ ഉയർത്താൻ പറയും. അപ്പോൾ എല്ലാവരും കൈ ഉയർത്തും. ദാദിക്ക് ആരോടെല്ലാം സ്നേഹമുണ്ട്, അപ്പോൾ ആ സമയത്തും എല്ലാവരും കൈ ഉയർത്തും. അപ്പോൾ ദാദി പറയും, ദാദിക്ക് ഒരേ ഒരു ബാബയോടാണ് സ്നേഹം, ദാദിക്ക് ബാബയോട്, ബാബയ്ക്ക് ദാദിയോട്. ഇങ്ങനെയാണ് സ്നേഹം. അപ്പം നമുക്കും ഒരേയൊരു ബാബയോട് തന്നെയായിരിക്കണം സ്നേഹം. ഈ ഒരു കാര്യത്തിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം. सुना? अच्छा, ओम शांति. अब नेक्स्ट सेशन के लिए हमारी दीदियों ने बहुत सारी बातें निकाली है, प्रैक्टिकल पॉइंट्स. जब हम प्रैक्टिकल जीवन में आते हैं, हाँ, तो एक कॉस्टिंग में एक मार्जिनल कॉस्टिंग होता है. समझ में आता ना? ये ऐसा नहीं होता है. कभी आपका कॉस्ट थोड़ा सा ऊपर जाता है, कभी नीचे जाता है, लेकिन एक मार्जिन के अंदर रहता है, तो मार्जिनल कॉस्ट के अंदर है, चलेगा. अगर उससे ऊपर चला जाए या उससे नीचे चला जाए तो वो इशू हो गया, उसके लिए काम करना पड़ता है. वैसे ही हमारे जीवन में क्या कहें, इवन इस ब्राह्मण जीवन में इस मार्जिन में भी कुछ ना कुछ डेविएशन होता रहता है. हाँ, तो छोटी छोटी बातों को कैसे हम मिनिमाइज़ करें और बहुत अच्छी तरह से जैसा बाबा चाहते हैं वैसे बन सकें, और बाबा की मुरादों को, बाबा के दिल की उम्मीदों को हम बच्चे पूरा कर सकें. तो उन छोटी छोटी बातों पे कुछ चर्चा करने के लिए उन्होंने पॉइंट्स लिख के दिया है, उन पे फिर आगे आगे चर्चा करते रहेंगे. അപ്പോൾ വേറൊരു കാര്യം കൂടി ബാബയോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഗീതമുണ്ട്, നമ്മുടെ ഹൃദയം, ലോകത്തിലുള്ളവരുടെ ഹൃദയം കഷ്ണം കഷ്ണങ്ങളാണ്, കുറച്ചവിടെ കുറച്ചവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ സ്നേഹം ഇങ്ങനെ പങ്കുവച്ച് കിടക്കുകയാണ്. നമ്മളുടെ അങ്ങനെ ആയിരിക്കരുത്. നമ്മളുടെ മുഴുവൻ സ്നേഹവും ഒന്നിലേക്കാക്കിയിട്ട് ആ ഹൃദയം മുഴുവനും ആർക്കായിരിക്കണം? ബാബയ്ക്കായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരേ ഒരു ബാബയോട് മാത്രമായിരിക്കണം സ്നേഹം. ഇനി അടുത്തുള്ള ക്ലാസ്സുകളിൽ പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. ചില പോയിൻറ്റ്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ എങ്ങനെയാണ് ഒരു മാർജിൻ്റെ ഉള്ളിൽ, മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ ആയിരിക്കുമല്ലോ, മറ്റേതപ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഡീവിയേഷൻസ് ഉണ്ടല്ലോ, പല പല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കുമല്ലോ, ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ സ്ഥിതിയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ. ആ ഏറ്റക്കുറച്ചിൽ എങ്ങനെ എത്രമാത്രം നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. सांसों की माला में जिसकी याद है पिरोई, सांसों की माला में जिसकी याद है पिरोई, मेरे तो शिव बाबा एक, दूसरो न कोई. सांसों की माला में जिसकी याद है पिरोई, सांसों की माला में जिसकी याद है पिरोई, मेरे तो शिव बाबा
रात